വാ കഥാചിത്. എനിക്ക് മുക്തിയെ കുറിച്ച് അറിയില്ല അമ്മ, എനിക്ക് എന്താണ് മുക്തി പറഞ്ഞു തരൂ എന്ന് പറയാണ്. അറിയുന്നത് അമ്മയെ കുറിച്ച് മാത്രമാണ് അല്ലെ. ഗതിസ്ത്വം ഗതിസ്ത്വം ത്വം ഏകാ ഭവാനി, എനിക്ക് അമ്മ മാത്രമാണ് ആശ്രയം. എന്താണ് മുക്തി എന്ന് ഭാഗവതം വളരെ ലളിതമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് മുക്തി? തെറ്റിദ്ധാരണകളെ നീക്കി അവനവന്റെ സ്വരൂപത്തിൽ ഇരിക്കുന്നത് തന്നെയാണ് മുക്തി. നമ്മളെല്ലാം തെറ്റായിട്ടുള്ള ധാരണകൾ ഒന്നിന് പിറകെ ഒന്നായിട്ട്, എന്താ നമുക്ക് വന്നപ്പോഴേ എല്ലാം തെറ്റിപ്പോയി അല്ലേ. ഈ പ്രപഞ്ചം, മാറിക്കൊണ്ടിരിക്കുന്ന ജഗത്ത്, ഈ ശരീരം, ഈ ശരീരത്തിനകത്തിരിക്കുന്ന മനസ്സ്, ഇന്ദ്രിയങ്ങള്, ബുദ്ധി, അഹങ്കാരം, ഇതെല്ലാം എന്താണ്? പെർമനന്റ് ആണെന്ന് ആദ്യത്തെ തെറ്റിദ്ധാരണ. ഇത് എന്റേതാണെന്നുള്ളത് രണ്ടാമത്തെ തെറ്റിദ്ധാരണ. ഇത് ഈശ്വരൻ വെളിയിലാണ് ഇരിക്കുന്നത്, അമ്പലങ്ങളിലാണ്, ക്ഷേത്രങ്ങളിലാണ്, ദൂരെ എവിടെയോ ആണ് ഇരിക്കുന്നത്, മൂന്നാമത്തെ തെറ്റിദ്ധാരണ അല്ലേ. അപ്പൊ തെറ്റിദ്ധാരണകളെല്ലാം മാറ്റി അവനവന്റെ സ്വരൂപത്തിൽ ഇരിക്കുക. സ്വരൂപേണ വ്യവസ്ഥിത, അതാണ് സ്വരൂപം. അപ്പം ബ്രഹ്മം, സച്ചിദാനന്ദം ഇതിൽ ഇരിക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ മുക്തി. അപ്പൊ തെറ്റായിട്ട് നമ്മുടെ ശരീരത്തെ, ആ ഒരു ഐഡന്റിറ്റി, അതിനെയൊക്കെ വലിച്ചെറിഞ്ഞിട്ട് നമ്മളല്ലാത്തതിനെ എല്ലാം ഉപേക്ഷിച്ചിട്ട് മനോബുദ്ധി, എന്താ അതിന് ഏറ്റവും നല്ലൊരു ശ്ലോകം ഇതാണ്. ഇതെന്നും നമുക്ക് ചൊല്ലാം. മനോബുദ്ധി അഹങ്കാര ചിത്താനിനാഹം നജ ശ്രോത്ര ജിഹ്വേ നജഘ്രാണ നേത്രേ നജ വ്യോമ ഭൂമർ ന തേജോന വായു ചിദാനന്ദ രൂപ ശിവോഹം ശിവോഹം. ചിദാനന്ദ രൂപം, എന്റെ സ്വരൂപം എന്താ? ചിദാനന്ദമാണ്, സച്ചിദാനന്ദമാണ്, ആനന്ദ സ്വരൂപമാണ്. ശിവോഹം, അഹം ശിവഹ. അപ്പൊ മുക്തിക്കും സ്വരൂപവും എന്ന് പറഞ്ഞാൽ രണ്ടും ഒന്നാണ്. ഈ സ്വരൂപത്തെ അറിയുന്നത് തന്നെയാണ് മുക്തി, അല്ലാതെ മുക്തി മരിച്ചതിന് ശേഷം കിട്ടുന്ന കാര്യമല്ല. അപ്പൊ മറച്ചതിനെയൊക്കെ മാറ്റിയപ്പോ അത് മാത്രമായിട്ട് തീർന്നു അല്ലെ. കുറെ മറകൾ ഉണ്ടായിരുന്നു അല്ലെ. നാൻമറ ദേവിയോട് പറയാറുണ്ട്. എന്താ പറയാ, നമോ നാദ ബിന്ദുവാത്മികേ നാശഹീനെ നമോ നാൻമറയ്ക്കും. അതെന്താ അമ്മയെ മറയ്ക്കുന്നത്? അമ്മ 4 വേദങ്ങൾക്കുള്ളിലാണ് ഇരിക്കുന്നത്, വേദസ്വരൂപിണിയാണ് അമ്മ. ആ മറകള്, ആ വേദം പഠിച്ചെങ്കിൽ മാത്രമേ ആ മറ മാറുള്ളൂ. നമുക്ക് അമ്മയെ കാണണമെങ്കിൽ നാൻമറ എന്ന് പറഞ്ഞാൽ അവിടെ അർത്ഥം വേദങ്ങൾ എന്നാണ്. ഈ മറ പഠിച്ചു കഴിയുമ്പോൾ ഈ തിരസ്കരണി, അമ്മ ഇട്ടിരിക്കുന്ന തിരസ്കരണി പതുക്കെ മാറിപ്പോവും. നമ്മുടെ സ്വസ്വരൂപത്തെ നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോ എന്താണ് ഈ പറയുന്ന, എന്താ പറയാ, മറച്ചതിനെ മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം അല്ലെ. അതാണ് മുക്തി. അപ്പോ മറച്ചതിനെയൊക്കെ മാറ്റിയപ്പോ എന്ത് കണ്ടു? നമ്മള് മാത്രമായിട്ടിരിക്കുന്ന കണ്ടു. അന്നം എന്ന് പറഞ്ഞാലും ചോറെന്ന് പറഞ്ഞാലും വേറെ രണ്ടെണ്ണമാണോ? അല്ലല്ലോ, അതൊന്നു തന്നെ അല്ലെ. ഭാഷയിൽ വരുന്ന വ്യത്യാസം. അതുപോലെ ആ മുജ് എന്ന് പറയുന്ന ധാതുവിൽ നിന്നാണ് മുക്തി അല്ലെങ്കിൽ മോക്ഷം എന്ന് പറയുന്നത്. അപ്പോ മോചിപ്പിക്കുക. എന്താ മുക്തി എന്ന് പറഞ്ഞാല്? മോക്ഷം. നമ്മളൊരു ജയിലിൽ നിന്ന് ഒരാളെ മോചിപ്പിക്കുക അല്ലെ. 10 വർഷത്തെ തടവിന് ശേഷം ഒരു തടവുകാരനെ അവിടെ നിന്ന് മോചിപ്പിച്ചു എന്ന് പറഞ്ഞാൽ എന്താ? അവനെ 10 വർഷം അവിടെ സെന്റൻസ് ടു, എന്താ പറയാ, വിഗറസ് ആയിട്ടുള്ള കുറെ കർമ്മങ്ങൾ അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചു. എന്താ? പാപകർമ്മങ്ങൾ ചെയ്യാതിരിക്കാൻ അല്ലെ. അവനെ കൊണ്ട് മറ്റുള്ളവരുമായിട്ട് ബന്ധമില്ലാതെ ഒരു ജയിലിനകത്തിട്ട് അവൻ അവിടെ സ്വന്തമായിട്ടിരുന്ന് ചിന്തിക്കാനുള്ള സമയം കൊടുത്തു. ഇനി ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോ പുറത്തു വിട്ടു 10 വർഷം. അതുപോലെ നമ്മുടെ ശരീരം എന്ന് പറയുന്ന ഒരു വസ്തുവിനെ നമുക്ക് തന്ന് ഈ പറയുന്ന പ്രപഞ്ചത്തിലേക്ക് വിട്ടിരിക്കുകയാണ്, ഈ ഭൂമിയിലേക്ക്. എന്തിന്? ഇനിയും ഈ ശരീരത്തിൽ വരാതിരിക്കാൻ, ചെയ്ത പാപങ്ങളെ തിരിച്ചറിയാൻ, പുണ്യങ്ങൾ സമ്പാദിക്കാൻ, എന്നിട്ട് നമ്മുടെ ജനന മരണ ഈ ഒരു ചക്രത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കാൻ. അത് വേറൊരാൾക്ക് പറ്റില്ല. നമ്മളെ ഇങ്ങോട്ട് വിടാനേ പറ്റുള്ളൂ. കർമ്മങ്ങൾ തന്നെ നമ്മളെ കൊണ്ടുവരിക. എന്താ പറയാ, ടു ഫ്രീ വൺ സെൽഫ് ഫ്രം ഇഗ്നോറൻസ് എന്നാ ശരിക്കും പറഞ്ഞ ഇതാണ് അതിന്റെ വാക്ക്. നമുക്ക് ഇവിടെ വന്നിട്ട് വീണ്ടും നമ്മൾ ഈ ഭോഗങ്ങളെ കണ്ട് അതിന്റെ പുറകെ പോയി അതിന്റെ രാഗദ്വേഷങ്ങളായി കർമ്മങ്ങൾ ചെയ്ത് ഇവിടെ കിടക്കാതെ അവനവന്റെ അജ്ഞാനങ്ങളിൽ നിന്ന് വന്ന ബന്ധനങ്ങളിൽ നിന്നുള്ള മോചനം, അതാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ പരിമിതികളിൽ നിന്നുള്ള മോചനമാണ് മുക്തി എന്ന് പറയുന്നത്. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് എന്ത് വേണം? ഇത് നിസ്സാരമായിട്ട് കിട്ടില്ല. ഈ ഭൂമിയിൽ വന്നപ്പോൾ നമുക്ക് ശരീരമാകുന്ന ഒരു, എന്താ പറയാ, ഉപാധി കിട്ടി. അവിടെ നമുക്ക് 5 ഇന്ദ്രിയങ്ങളെ തന്നു, അതിന് ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞു. ആ ഇന്ദ്രിയങ്ങൾ വെച്ചിട്ട് നല്ലത് കേട്ട്, നല്ലത് കണ്ട്, നല്ലത് പറഞ്ഞ് ആ കർമ്മേന്ദ്രിയങ്ങളിലൂടെ പ്രവൃത്തികൾ ചെയ്ത് നമുക്ക് പുണ്യമാർജിക്കാം. അതിനെന്താ വേണ്ടത്? ശ്രവണ മനന നിധിധ്യാസനങ്ങളാണ് വേണ്ടത്. അപ്പോ നമുക്ക് ദ്വന്ദ്വങ്ങൾ ഉള്ളത് എന്തുകൊണ്ടാണ്? ഡ്യുവാലിറ്റി വരുന്നത് നമുക്ക് ദേഹാഭിമാനം ഉള്ളതാണ് അല്ലെ. ദേഹാഭിമാനം, ദേഹം നമ്മുടേതല്ല, ഇത് പഞ്ചഭൂത നിർമ്മിതമാണ്. ഇതിൽ 36 തത്വങ്ങളായ അമ്മയുടെയാണ്. ഓരോന്നും മരിക്കുമ്പോൾ വിഘടിച്ച് അതിലായിട്ട് ചേരും. ഭൂമി ഭൂമിയിൽ പോവും, വായു വായുവിൽ പോവും ഇല്ലേ. ഇങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ ഞാനെന്ന് പറയുന്ന വ്യക്തി അഭിമാനിക്കുന്ന ഈ ദേഹം ഉണ്ടോ? ഇല്ല.
അപ്പൊ ഈ ഭ്രമത്തിൽ നിന്നാണ് നമുക്കിത് തോന്നുന്നത്, ഇല്ലേ? ദേഹാഭിമാനം വരുന്നത്. അപ്പൊ അതിൽ നിന്നെല്ലാം ഉള്ള മുക്തി. മനസ്സ് എന്ന ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന ആ പെൻഡുലം എവിടെ ഉറയ്ക്കണം? അമ്മയിൽ ഉറയ്ക്കണം. പിന്നെ ഭ്രമയില്ല. അമ്മയിൽ ഉറച്ചാൽ നമുക്ക് മനസ്സിലാവും പതുക്കെ 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 എല്ലാം ഈ ഈശ്വരനാണ്, അമ്മയാണ്, ഈ ജഗദംബികയാണ്. അവിടെ നിന്നുണ്ടായി, അവിടെ നിലനിൽക്കുന്നു, തിരിച്ചെല്ലാം അവിടെ ലയിക്കുന്നു. സർവ്വ അജ്ഞാനങ്ങളിൽ നിന്ന്, ഭ്രമത്തിൽ നിന്ന്, മിഥ്യാ കൽപ്പനകളിൽ നിന്ന് മോചനം തേടി സ്വസ്വരൂപത്തിലിരിക്കുക. ഇത് തന്നെ മുക്തി. സ്വരൂപേണ അവസ്ഥിതി. അഹം സച്ചിദാനന്ദം ബ്രഹ്മ, അഹം ബ്രഹ്മാസ്മി. അപ്പൊ നമ്മൾ മറ്റുള്ളവരിൽ നിൽക്കാതെ സ്വന്തം കാലിൽ നിൽക്കുക. കാരണം സ്വന്തം കാല് സ്വരൂപമാണ്. അല്ലാതെ നമ്മൾ ഈ നടക്കുന്ന കാലുകളല്ല പറഞ്ഞത്. സ്വന്തമായിരിക്കുന്ന എന്റെ ഉള്ളില്, എന്റെ ആത്മാവായിട്ടിരിക്കുന്ന ഈശ്വരനില് നമ്മുടെ മനസ്സിനെ ഉറപ്പിക്കുക. വേറെ എന്താ പറയാ, ഈ വേറുള്ള ലോകത്തില് ഇല്ലെങ്കിൽ നമുക്ക് ഈ ലോകത്തിലുള്ള വേറെ ഒന്നിനെയും ആശ്രയിക്കാതിരിക്കുക. ഗതിസ്ത്വം ഗതിസ്ത്വം ത്വമേകാ ഭവാനി. എനിക്ക് അമ്മ മാത്രമാണ് ആശ്രയം. ഗതി, അതായത് ഈ സത്യം തിരിച്ചറിഞ്ഞ് ആശ്രയിച്ചാല് മുക്തി തന്നെയാണ് ഫലം എന്ന് ശങ്കരാചാര്യ സ്വാമികൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. എന്താണ്? ഭാഗവതം പറഞ്ഞ പോലെ സത്യം പരം ധീമഹി. ഈ സത്യം പരം ധീമഹി അത് തന്നെയാണ് ഗതിസ്ത്വം. ലക്ഷ്യത്തിൽ രണ്ടിനും ഒരേ അർത്ഥം തന്നെയാണ്. പിന്നെ എന്താ പറയുന്നത്? ലയം വാ കഥാചിത്. ഇപ്പൊ ഭക്തി ലയം ഒന്നും എനിക്കറിയില്ല, വ്രതം എനിക്കറിയില്ല, എനിക്കത് പറ്റില്ല. പക്ഷെ അമ്മ മാത്രമാണ് എന്റെ ഗതി, ആശ്രയം എന്ന് എനിക്കറിയാം. അപ്പം ഏകാ ഭവാനി. ലക്ഷ്യം അറിയാം, മാർഗം അറിയില്ല. അപ്പൊ നമുക്കെല്ലാം ഇതാണ് പ്രശ്നം. ലക്ഷ്യം അറിയാം, മാർഗങ്ങൾ പറഞ്ഞു തന്നാൽ അത് ചെയ്യാൻ മനസ്സില്ല. പിന്നെന്താ? മാർഗം അറിയില്ല എന്ന് പറഞ്ഞിരിക്കുക. അപ്പൊ മാർഗം പറഞ്ഞു തരികയാണ്. കാരണം ഇതെല്ലാം പറഞ്ഞത് എന്താ? മാർഗമാണ്. ഒരു സാധാരണ വ്യക്തിക്ക് അമ്മയിൽ എത്താനുള്ള മാർഗങ്ങളായി പറയുന്നത്. അതുകൊണ്ട് അമ്മ തന്നെ ഇറങ്ങി വന്ന് എന്റെ കൈ പിടിച്ചു കൊണ്ടുപോകണം എന്ന് വാശി പിടിക്കുകയാണ് ശങ്കരാചാര്യ സ്വാമികള്. എനിക്ക് തനിയെ കയറാൻ പറ്റുന്നില്ല അമ്മ. ഇപ്പൊ പല മൃഗങ്ങളും മൃഗങ്ങളുടെ അമ്മ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ ചാനലുകളില്. കുട്ടികളുമായിട്ട് പോകുമ്പോൾ പക്ഷികളാണെങ്കിലും മൃഗങ്ങളാണെങ്കിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയും ആ മാതൃത്വം എന്താണെന്ന്. അവര് പോകുന്ന വഴികളില് കുഴികള് കുന്നുകളൊക്കെ ഉണ്ടായിരിക്കും. കൊച്ചു കുഞ്ഞുങ്ങള്, ഈ പറയുന്ന കോഴിക്കുഞ്ഞുങ്ങളാവട്ടെ, എന്താ പറയാ, താറാവിന്റെ കുട്ടിയാവട്ടെ, ഇല്ലേ, പൂച്ചയുടെ കുഞ്ഞാവട്ടെ, അവരിങ്ങനെ കൊച്ചുകുട്ടി മടിച്ചു നിൽക്കുമ്പോ അമ്മ എന്താ ചെയ്യുന്നത്? അവരെ കടക്കാൻ സഹായിക്കും, ഇല്ലേ? കുട്ടികള് ഭയന്ന് മാറി നിൽക്കുമ്പോ അമ്മ വന്നിട്ട് എന്ത് ചെയ്യും? അതിന്റെ ആ ചെറിയ ചിറകുകൾ കൊണ്ട് ഇല്ലെങ്കിൽ അതിന്റെ കാലുകൾ കൊണ്ട് അമ്മ അതിനെ തള്ളി കയറ്റി ആ ഒരു കുന്ന് കയറ്റി വിടും. ഇല്ലെ ജലമാണെങ്കിൽ കൂടെ നിന്ന് അതിനെ അപ്പുറത്ത് കയറ്റി വിടും. ആനക്കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആന എന്ത് ചെയ്യും? അതിന്റെ കാലിന്റെ ഇടയിൽ അങ്ങനെ വളരെ സുരക്ഷിതമായിട്ട് നിർത്തും. നോക്കൂ, ഒരു മൃഗത്തിന് ആ ഉള്ള വിശ്വമാതൃത്വം, എല്ലാത്തിന്റെ ഉള്ളിലുള്ള അമ്മ എന്നുള്ള സ്ഥാനം, ഉയർന്ന സ്ഥലമൊക്കെ തുമ്പിക്കൈ കൊണ്ട് ചേർത്ത് പിടിച്ച് അതിനെ കയറ്റുന്നതാണ്. അപ്പൊ താങ്ങും തണലുമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ അമ്മ എന്ന് പറയുന്നത്. അത് അമ്മയ്ക്ക് മാത്രമേ പറ്റുള്ളൂ. കാരണം ആ അമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്നവരാണ് നമ്മള്. അവരെ ഉപേക്ഷിക്കാൻ അമ്മയ്ക്ക് പറ്റില്ല. ഇപ്പൊ കോഴി, താറാവ്, പട്ടി, പൂച്ച എല്ലാം ഇങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെ? കര കയറുവാൻ പറ്റാത്തടത്ത് അവരെ കയറ്റിക്കൊണ്ടു പോകുന്നതാണ് മാതൃത്വം, അമ്മ. അപ്പൊ പിന്നെ മനുഷ്യരുടെ കാര്യം മൃഗങ്ങൾ ഇങ്ങനെയാണെങ്കിൽ മനുഷ്യന്റെ കാര്യം നമുക്ക് പറയാനുണ്ടോ? അപ്പൊ പിന്നെ ഈ ജഗദംബികയായിരിക്കുന്ന അമ്മയോട് നമ്മൾ എന്താ പ്രാർത്ഥിക്കേണ്ടത്? അത് തന്നെയാണ് ഇവിടെ ശങ്കരാചാര്യ സ്വാമികൾ പറയുന്നത്. എനിക്ക് ഒന്നും കടക്കാൻ അറിയില്ല അമ്മ, മാർഗങ്ങൾ എനിക്ക് അതികഠിനമാണ്. ഒന്നും അമ്മയിലേക്ക് എത്താനുള്ള മാർഗം കുറച്ചൊക്കെ അറിയാം. പക്ഷെ എനിക്ക് എങ്ങനെ വരണമെന്നറിയില്ല, അതൊന്നും എങ്ങനെ ചെയ്യണം എന്നറിയില്ല. എന്റെ കൈ പിടിച്ച് എന്നെ ഈ ഭവാബ്ദിയിൽ നിന്ന് കരകയറ്റണേ അമ്മ ഭവാനി. അവിടെ ഭക്തി പോലും അറിയില്ലെന്നാ പറയുന്നത്. കാരണം ഈശ്വരനോടുള്ള നിഷ്കളങ്കമായിരിക്കുന്ന പരമമായിരിക്കുന്ന പ്രേമത്തെയാണ് നമ്മൾ ഭക്തി എന്ന് പറയുന്നത്. അല്ലാതെ നമ്മളിന്ന് കാണുന്ന കോപ്രായങ്ങളൊന്നും ഭക്തിയല്ല. എന്താണ് ഭക്തി? സാധു അസ്മിൻ പരമപ്രേമരൂപ, അല്ലെ? നാരദ ഭക്തി സൂത്രത്തില് വളരെ ഇതായിട്ട് പറയുന്നുണ്ട്, എല്ലാത്തിലും പറയുന്നുണ്ട്. ആ പരമമായിട്ടുള്ള പ്രേമഭക്തി, ആ ഭക്തി എനിക്കറിയില്ല. എന്തിനെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യാജ ഭക്തി മാത്രമാണ് എനിക്ക് അറിയുന്നത്, അല്ലെ? അത് പരാഭക്തിയല്ല, അതെല്ലാം തന്നെ അപരാഭക്തിയാണ്. അല്ലെങ്കിൽ അതിനെ എന്താ പറയുക? പ്രാകൃത ഭക്തി, രാജസ ഭക്തി, അല്ലെ? താമസ ഭക്തി എന്നൊക്കെ നമുക്ക് പറയാം. ഭീരു, ആർത്തൻ, അർത്ഥാർത്ഥി, ജിജ്ഞാസു, ഇങ്ങനെ നമുക്ക് പലതരം ഭക്തികളെ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. അവരുടെയൊക്കെ ഭക്തി എന്താ? ആർത്തന്റെ, ദുഃഖിതന്റെ, അർത്ഥം പണം കിട്ടുന്നവന്റെ, ഇവരുടെയൊക്കെ ഭക്തി എന്താ? ആ ഭക്തിയെ എനിക്കറിയൂ എന്ന് പറയുകയാണ്. യഥാർത്ഥത്തിൽ നിഷ്കളങ്കമായിട്ട് വേറെ ഒന്നിനോടും സ്നേഹമോ പ്രേമമോ താല്പര്യമോ ഇല്ലാതെ
ഒന്നിനു വേണ്ടിയിട്ടോ അല്ലാതെ അനന്യമായിരിക്കുന്ന ഭക്തി, അതാണ് ശരിക്കുള്ള ഭക്തി എന്ന് പറയുന്നത്. അത് ക്രമമായിട്ട് വന്നു ചേരുന്നതാണ്, അതും പെട്ടെന്ന് വരില്ല. കാരണം നമുക്ക് ഇന്ന് ഭക്തി വേണം, കുറെ കാര്യങ്ങളൊക്കെ അമ്മ സാധിച്ചു തന്നു, ഈ അമ്മയെ തന്നെ ഞാൻ ഇനി കുറെ കാലം ഉപാസിക്കും. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോ എനിക്കൊരു ദുഃഖം വന്നു, വിപത്ത് വന്നു, ചെന്ന് അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്കിതാ ആപത്ത് വന്നു, ഞാൻ അമ്മയുടെ മന്ത്രമൊക്കെ ജപിക്കുകയാണ്, ഇതെനിക്ക് മാറ്റി തരുമെന്ന് പറഞ്ഞു. അത് മാറിയില്ല. ഉടനെ എന്തായി? അമ്മയോട് വൈരാഗ്യമായി, ദേഷ്യമായി അല്ലേ. ഞാൻ ഇത്രയും ജപിച്ചു, ഞാൻ എന്തൊക്കെ ചെയ്തു, കുറെ അമ്പലങ്ങളിൽ ചെന്ന് ഞാൻ കുറെ വഴിപാടുകളൊക്കെ ചെയ്തു, ഇതെല്ലാം ചെയ്തിട്ട് അമ്മ എനിക്ക് മാറ്റില്ല. ഉടനെ അമ്മയെ ഉപേക്ഷിച്ചു. വേറൊരു വിഷ്ണുവാണ് ശക്തി, ഈ പ്രപഞ്ചത്തിൽ വിഷ്ണുവാണല്ലോ വ്യാപിച്ചു കിടക്കുന്നവൻ, എന്നാ വിഷ്ണു ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് വിഷ്ണുവിന്റെ അടുത്ത് പോയി. ഇതിനെയാണ് നമ്മൾ പ്രാകൃത ഭക്തി എന്ന് പറയുന്നത്. ഇത് അങ്ങനെയല്ല. ഉപാസന എന്ന് പറഞ്ഞാൽ എന്താ? അമ്മയുടെ അടുത്തെത്താനുള്ള മാർഗത്തെ സ്വീകരിക്കുന്നതാണ്. ആസീത്, അടുത്തെത്തണം അല്ലെ. നമ്മൾ ദൂരെ നിൽക്കണു, നമ്മുടെ മനസ്സുകൊണ്ട് ദൂരെ നിൽക്കണം. അടുത്തെത്താൻ എന്ത് വേണം? അത് നവതാ ഭക്തി തന്നെ വേണം എന്ന് ഭാഗവതം പറയണു അല്ലെ. പ്രഹ്ലാദൻ പറഞ്ഞു കൊടുത്താണ് എന്താ വേണ്ടത്. ശ്രവണം ചെയ്യണം. ശ്രവണം, കീർത്തനം വിഷ്ണു, സ്മരണം പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ഈ പടിപടിയായിട്ട് മാത്രമേ പരാഭക്തിയിൽ എത്താൻ പറ്റുള്ളൂ. അല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ ഈ പറഞ്ഞ പോലെ താമസിക ഭക്തിയോ ഇല്ലെങ്കിൽ എന്താ പറയുക എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയുള്ള കാമ്യ ഭക്തിയോ കൊണ്ട് ഈശ്വരനെ അറിയാനോ അടുത്തെത്താനോ പറ്റില്ല. ആ ചെറിയ കുട്ടി പ്രഹ്ലാദൻ തന്റെ എന്താ പറയാ ആ ഒരു പഠിക്കാൻ ചെന്നപ്പോ അവിടുത്തെ കൊച്ചു കുട്ടികളോട് പറയാ, ഹരിയെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു 9 ഭക്തിയുണ്ട്, ആ രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കൂ, തീർച്ചയായിട്ടും അദ്ദേഹം വിളിച്ചാൽ അപ്പോൾ വരും. അദ്ദേഹം പ്രഹ്ലാദൻ കാണിച്ചു കൊടുത്തു ഇല്ലേ. കാരണം വിളിച്ചാല് സ്വന്തം അച്ഛനെ, ആ ഹിരണ്യകശിപുവിനെ കൊല്ലാൻ തൂണ് പിളർന്ന് അദ്ദേഹം ആ ഒരു നരനുമല്ല മൃഗവുമല്ലാത്ത രൂപത്തിൽ വിളിച്ച രീതിയിൽ അദ്ദേഹം വന്നു. കാരണം എന്താ? ഉറച്ച ഭക്തിയാണ് പ്രഹ്ലാദന്റേത്. ആ ഗർഭത്തിൽ കിടന്നപ്പോ തന്നെ ഉറച്ച ഭക്തി. എന്ത് ചെയ്തു? എങ്ങനെയാണ് ആ ഭക്തി വന്നത്? ആദ്യം കേട്ടു. ഈശ്വരനെ കുറിച്ച് ദിവസവും കേൾക്കണം, കുറേ സമയം കേൾക്കണം. അദ്ദേഹത്തിന്റെ പുണ്യ കഥകള്, ഇതുപോലുള്ള സത്സംഗങ്ങള് കേട്ട് 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 ആ അമ്മയോടുള്ള ഒരു സ്നേഹം. നമ്മുടെ എല്ലാ ഉപാസ ദേവത അമ്മയാണ്. അമ്മ 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 എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വല്ലാത്ത ഒരു അലിവ് എല്ലാവർക്കും വരും. അത് കേട്ടിട്ട് എന്ത് ചെയ്യണം? കീർത്തനം ചെയ്യണം, അമ്മയെക്കുറിച്ച് കീർത്തിക്കണം, നല്ലത് പറയണം, അമ്മയുടെ ഗുണഗണങ്ങൾ കീർത്തിക്കണം, സ്മരണം. 24 മണിക്കൂറും അമ്മയുടെ ആ ഒരു ഹൃദയത്തില്, ആ മണിദ്വീപത്തിൽ അമ്മയെ ഇരുത്തണം, അമ്മയുടെ കാല് കഴുകണം, അമ്മയ്ക്ക് പാദ്യം അർഘ്യം കൊടുക്കണം, പൂജ ചെയ്യണം, പഞ്ചോപചാരം കൊടുക്കണം. അമ്മയ്ക്ക് എന്തൊക്കെയാ ഇഷ്ടങ്ങള്, രാവിലെ ഭക്ഷണം കഴിക്കുമ്പോൾ അമ്മയ്ക്ക് കൊടുക്കണം, ലളിതാർപ്പണമസ്തു എന്ന് പറയണം, സർവം ലളിത ചരണാർപ്പണമസ്തു അമ്മയുടെ കാലുകളിൽ വെക്കണം. അങ്ങനെ 24 മണിക്കൂറും നമ്മൾ എന്ത് ചെയ്യണം? സ്മരണം. എങ്ങനെയാണ് ഒരു നവവധു തന്റെ ഭർത്താവിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അതുപോലെ ബാഹ്യമായിട്ട് കർമ്മങ്ങളൊക്കെ ചെയ്തെങ്കിലും നമ്മൾ അമ്മയുമായിട്ട് മനസ്സുകൊണ്ട് ഒരു കണക്ഷൻ അവിടെ വെക്കണം. അതാണ് സ്മരണം. പിന്നെന്ത് വേണം? പാദസേവനം. പൂജാമുറി തുടയ്ക്കണം, വൃത്തിയാക്കണം, അമ്മയുടെ പാദങ്ങള് അവിടെ എന്തൊക്കെ എനിക്ക് വെക്കാൻ പറ്റും അല്ലെ. ഒരു വൈശ്യനെ പോലെ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വരണം, പാദങ്ങളെ സേവിക്കണം. അമ്മ ആ ചരണങ്ങൾ മാത്രമാണ് എനിക്ക് ആശ്രയം എന്ന് പറഞ്ഞ് വേണം. പിന്നെ അർച്ചിക്കണം, പഞ്ചോപചാരം എന്താണെന്ന് മനസ്സിലാക്കണം, പൂക്കളെ കൊണ്ടുവരണം അല്ലെ. ആകാശതത്വം ഇതാ അവിടെ സമർപ്പിക്കണു. ആകാശ തത്വാത്മികായേ ലളിതായേ പുഷ്പം സമർപ്പയാമി, വായു തത്വാത്മികായേ ലളിതായേ അല്ലെ, ധൂപം സമർപ്പയാമി. അങ്ങനെ ഓരോന്നും പറഞ്ഞ് പഞ്ചഭൂതങ്ങൾ, നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്ന 5 ഭൂതങ്ങളെ, അതിനെയാണ് പഞ്ചോപചാര പൂജ എന്ന് പറയുന്നത്. ഗന്ധം, പുഷ്പം, ധൂപം, ദീപം, നൈവേദ്യം. ഭൂമി, ജല, അഗ്നി, വായു, ആകാശങ്ങളെ സമർപ്പിച്ച് പിന്നെ ആരായി? അമ്മയ്ക്ക് സമർപ്പിച്ചു. അമ്മയുടെ 5 തത്വങ്ങളെ അമ്മയ്ക്ക് സമർപ്പിച്ച പിന്നെന്ത്? മനസ്സ്, ബുദ്ധി, അഹങ്കാരം ഇല്ലേ. മനോലയ കർപ്പൂര നീരാഞ്ജനം സമർപ്പയാമി. അത് കഴിഞ്ഞിട്ട് താമ്പൂലം കൊടുക്കണം അല്ലെ. സം എന്ന് പറയുന്ന സകല രാജോ ഉപചാരൻ അപ്പൊ ഈ സകല രാജോപചാരൻ എന്ന് പറഞ്ഞാൽ എന്താ? 16 ഉപചാരങ്ങൾ, ഷോഡശ ഉപചാരങ്ങള് അമ്മയ്ക്ക് സമർപ്പിക്കുന്നതോടുകൂടി ആര് മാത്രമാകണു? എല്ലാം സമർപ്പിച്ചു കഴിഞ്ഞാൽ സർവം സമർപ്പയാമി എന്നാണ് അവസാനം പറയുന്നത് അല്ലെ. അപ്പോ ആ മുഴുവനും സമർപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ന് പറയുന്ന ആ വ്യക്തി ആരാണെന്ന് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് മാത്രം ഏകനായിരിക്കുന്ന ഏകം സത് വിപ്ര ബഹുദാ വദന്തി. ആ സത്തിനെയാണ് നമ്മൾ പലതായിട്ട് പുറത്തു കണ്ടത്. ആ ഏകമായിരിക്കുന്ന ആത്മതത്വം, ആത്മബോധം, ആത്മജ്യോതി അവിടെ പ്രകടമാവും. അതിനാണ് പൂജ ചെയ്യുന്നത്. അപ്പൊ അർച്ചനം ചെയ്യണം, ഇത് മനസ്സിലാക്കി ചെയ്യണം. എന്നിട്ട് വന്ദിക്കണം, അമ്മയെ നമസ്കരിക്കണം, വീണ് വീണ് നമസ്കരിക്കണം, പദപ്രദക്ഷിണം ചെയ്യണം. അമ്മ ഞാനിത് എന്റെ പാപങ്ങൾ, അനേക ജന്മം ചെയ്ത പാപങ്ങളെ ഇതാ ഈ പ്രദക്ഷിണത്തിലൂടെ അവിടെ സമർപ്പിക്കുകയാണ്. ഇല്ലെങ്കിൽ മാനസ പൂജ ചെയ്യണം. ജപോ ജൽപശില്പം സകലമഭിമുദ്ര വിരചന ഗതി പ്രാദക്ഷിണം
എന്ന് പറഞ്ഞിട്ട് എല്ലാം ഞാൻ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും, എന്റെ കടക്കല്, ഭക്ഷണം കഴിക്കല്, എന്റെ യാത്രകള് എല്ലാം തന്നെ. ഇല്ലെങ്കിൽ നമ്മള് ശിവന്റെ ഇത് പറയുന്ന പോലെ ആരാധയാമി മണിസന്നിഭം ആത്മലിംഗം, ഗിരിജാത്വം എന്ന് പറഞ്ഞ പോലെ ഗിരിജാത്വം സഹചര പ്രാണ ശരീരം ഗ്രഹം ഇത് പറയണം. എന്നിട്ട് വെളി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇതെല്ലാം അകത്ത് ചെയ്യണം. കാരണം അകത്താണ് ഇരിക്കുന്നത് അമ്മ, ഇല്ലേ? അപ്പൊ പൂർണ്ണമായിട്ട് വന്ദനം, ദാസ്യം. ഇത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുക? നമ്മൾ ദാസ്യപ്പണി, അതായത് അമ്മ മോളില്, അമ്മ രാജ്ഞി, ഞാൻ ദാസൻ എന്നുള്ള രീതിയിൽ പൂജ ചെയ്ത് 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 എന്തായി മകളായിട്ട് മാറണം. നമ്മള് ആ സ്വാതന്ത്ര്യം നമ്മൾ നേടിയെടുക്കണം. എന്നിട്ട് ലാസ്റ്റില് സഖ്യം. അത് കഴിഞ്ഞ് എന്തായി? കൂട്ടുകാരനായി. ആദ്യം ദാസ്യം ചെയ്തു, ഇല്ലേ? ഹനുമാന്റെ അടുത്ത് ചോദിച്ചപ്പോ എന്താണ്, എങ്ങനെയാണ് രാമനോടുള്ള ഭാവം എന്ന് ചോദിച്ചപ്പോ എന്താ ഹനുമാൻ പറഞ്ഞത്? ദേഹബുദ്ധ്യ ദാസോഹം ആത്മബുദ്ധ്യ ത്വമേവാഹം എന്നാ പറഞ്ഞത്. ദേഹബുദ്ധ്യ ദാസോഹം, മനസ്സുകൊണ്ട് ഞാൻ ദാസനല്ല, ശരീരം കൊണ്ട് മാത്രമാണ് ദാസൻ, ഇല്ലേ? ആത്മബുദ്ധ്യ ത്വമേവ അഹം, ഞാൻ തന്നെയാണ് അങ്ങ്. ആ ഒരു ഭാവത്തില് ദാസ്യം ചെയ്ത് സഖ്യം ചെയ്യണം. പിന്നെ അമ്മയുമായിട്ട് ചെറിയ കൂട്ടായി തുടങ്ങും. ഇതൊന്നും ഒരു ദിവസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ 10 വർഷം കൊണ്ടോ വരില്ല. ഇത് മനസ്സിന്റെ ഭാവമാണ്. ഭാവന ഗമ്യ, ഭാവന കൊണ്ട് മാത്രമേ അമ്മയുടെ അടുത്ത് എത്താൻ പറ്റുള്ളൂ. അപ്പോ എന്നിട്ട് അവസാനം എന്ത് ചെയ്യണം? ലാസ്റ്റ് ആണ് ആത്മനിവേദനം. ആത്മാവിനെ നിവേദിക്കേണ്ട ആവശ്യമില്ല. ആത്മാവ് ഞാനാണ്. ആ മോക്ഷപദത്തില് സ്വയം നമ്മൾ എത്തിച്ചേരും. ആത്മാവും മോക്ഷവും തമ്മിൽ വ്യത്യാസമില്ല. ആത്മാവ് എന്റെ ഈ ശരീരത്തിലെ രഥം, ഈ ശരീരമാകുന്ന രഥത്തിലിരിക്കുന്ന രഥി അമ്മയാണ്. ആ പ്രാണനല്ല. പ്രാണൻ വിശ്വപ്രാണൻ ലയിക്കും. എന്തുള്ളത് കൊണ്ടാണോ പ്രാണൻ ചലിക്കുന്നത്, ആ വസ്തുവിനെ, ആ ദൃക്കിനെ നമുക്ക് മനസ്സിലാവും. ഇങ്ങനെ 9 വിധത്തിൽ മാത്രമേ നമുക്ക് പെട്ടെന്നൊന്ന് ഓടി കയറി ചെയ്യാൻ പറ്റുന്ന അല്ല ഇത്. നമ്മൾ വിചാരിക്കും 1 മാസം ചെയ്തു ഉടനെ നമുക്ക് റിസൾട്ട് വേണം, ഇല്ലേ? ഇന്നെല്ലാം ഫാസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് റിസൾട്ട് അങ്ങനെ കിട്ടില്ല. കാരണം ഇങ്ങനെ പടിപ്പടിയായിട്ട് ആത്മാവും കൂടെ നിവേദിച്ചു കഴിയുമ്പോൾ മാത്രമാണ് പരാഭക്തി എന്ന് പറയുന്ന ശരിക്കുള്ള ശ്രീവിദ്യ ഉപാസനയിലേക്ക് നമ്മൾ കയറുന്നത്. അപ്പൊ അവിടെ ഇതിനെയാണ് നമ്മൾ പരാഭക്തി. അവിടെ എത്തിച്ചേരാനുള്ള ഭക്തിയുടെ ഒന്നാമത്തെ പടവിൽ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും? അവരെ ഭക്തൻ ഭക്തൻ എന്ന് വിളിക്കും, ഇല്ലേ? അപ്പൊ ഈ നമ്മളെല്ലാവരും ഓ എന്തൊരു ഭക്തനാണ് അദ്ദേഹം, ഇല്ല എന്ന് പറയാറുണ്ട്. അതെന്താ? സപ്താഹം നടക്കുന്നിടത്തൊക്കെ ഓടും, അമ്പലങ്ങളിൽ ദിവസവും പോവും, തിങ്കളാഴ്ച വ്രതം നോക്കും, ചൊവ്വാഴ്ച വ്രതം നോക്കും, ചൊവ്വാഴ്ച ഭദ്രകാളി, തിങ്കളാഴ്ച ശിവൻ, ബുധനാഴ്ച വിഷ്ണു, വ്യാഴാഴ്ച എന്താ നവഗ്രഹങ്ങള്, ഇങ്ങനെ ഓരോ ദിവസവും ഓരോ. അത് എത്ര നമ്മുടെ കണ്ണില് വലിയ ഭക്തരാണ് അവരില്ലേ? അവര് ഒന്നാമത്തെ പടിയിൽ കയറിയിട്ടേ ഉള്ളൂ. അപ്പൊ ഭക്തൻ എന്ന് അറിയപ്പെടുകയാണ്. കാരണം എന്താ? ഒരു കുട്ടിയെ നമ്മൾ MBBS അഡ്മിഷൻ കിട്ടുന്നു എന്ന് വെക്കോ, MBBSന് അഡ്മിഷൻ കിട്ടിയ ഉടനെ ഡോക്ടറെ എനിക്ക് മരുന്ന് എഴുതി തരൂ എന്ന് നമ്മൾ പറയുമോ? അഡ്മിഷൻ കിട്ടിയ കുട്ടിയെ നമ്മളെ ഡോക്ടറെ എന്ന് വിളിക്കോ? ഇല്ലല്ലോ. കാരണം ഈ ഡോക്ടർ 5 വർഷം പഠിച്ച് MBBS പഠിച്ച് ഹൗസ് സർജൻസി ചെയ്തെങ്കിൽ മാത്രമേ ആ ഒരു മെഡിക്കൽ എന്താ പറയാ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ ആവുള്ളൂ. എന്നാലേ മരുന്ന് എഴുതാനുള്ള യോഗ്യത കിട്ടുള്ളൂ, ഇല്ലേ? അപ്പോഴേ നമ്മൾ ഡോക്ടറെ എന്ന് വിളിക്കും. അതുവരെ ഡോക്ടറിനെ പഠിക്കുന്ന കുട്ടി. അതുപോലെ ഭക്തി എന്ന് പറഞ്ഞ തുടക്കത്തിൽ അമ്പലങ്ങളിൽ നടക്കുന്നവരെ നമുക്ക് ഭക്തരെന്ന് വിളിക്കാൻ പറ്റില്ല. അമ്പലങ്ങളിൽ കയറി ഇറങ്ങുന്ന ഒരു ഭക്തൻ എന്ന് വിളിക്കുന്ന എങ്ങനെ? ഏത് ക്രൈറ്റീരിയ വെച്ചിട്ട്? അവനവന്റെ കാമ്യ കർമ്മങ്ങൾക്ക് വേണ്ടി ഓടിക്കൊണ്ടേയിരിക്കണു, അല്ലെ? ചിലപ്പോൾ വിഗ്രഹത്തിൽ മാത്രമായിരിക്കും അവർ ഈശ്വരനെ കാണുന്നത്. എല്ലാ മനുഷ്യരെയും ദ്രോഹിച്ചുകൊണ്ട്, അവരുടെ സ്വത്തുകൾ തട്ടിയെടുത്തുകൊണ്ട്, അവരെ പറ്റിച്ചുകൊണ്ട്, അമ്പലത്തിലെ പണം തട്ടിയെടുത്തുകൊണ്ട്, ഇല്ലേ? അവരെന്ത് പ്രാകൃത ഭക്തിയാണ് കാണിക്കുന്നത് നമുക്കറിയില്ല. അപ്പോ വിഗ്രഹത്തിൽ ഈശ്വരനെ കാണുന്നവൻ, മനുഷ്യരിൽ കാണാത്തവൻ, പ്രപഞ്ചത്തിൽ കാണാത്തവൻ, അവനെ നമ്മൾ എന്താ പറയുക? പ്രാകൃത ഭക്തനാകാം. ആ ഒരു മധ്യമ ഭക്തനാണെങ്കിൽ എന്ത് ചെയ്യും? മറ്റുള്ളവരെ ബഹുമാനിക്കും, ശ്രേഷ്ഠരുമായിട്ട് മൈത്രി വയ്ക്കും, കരുണയുണ്ടാകും, ദുഷ്ടരിൽ നിന്ന് അകന്ന് മാറി നിൽക്കും. ഇതിനെ നമുക്ക് എന്താ പറയാ? ഒരു മധ്യമ ഭക്തി എന്നൊക്കെ പറയാം. എന്നാൽ ഉത്തമ ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാം ഈശ്വരനാണ്. ആ ദർശനം. മമ ആത്മാ സർവഭൂതാത്മാ മദ്ഗുരു ജഗദ്ഗുരു മന്നാഥ ശ്രീ ജഗന്നാഥ തസ്മൈ ശ്രീ ഗുരവേ നമ. എല്ലാത്തിനെയും ഗുരുഭാവത്തിൽ കണ്ട്, ഈ പ്രപഞ്ചം അമ്മയുടെ ഒരു വിഭൂതിയായിട്ട് കണ്ട് എല്ലാത്തിനെയും ബഹുമാനിക്കുക, എല്ലാത്തിനോടും കരുണയോട് കൂടി വരും. എന്റെ ആത്മാവ് തന്നെയാണ് എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്ന ഏകമായിട്ടുള്ള ആ സത്യത്തെ അറിയുക. എന്താ പറയാ? ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. ഈ വാക്കുകൾ, ഈ മനോഭാവം നമുക്കുണ്ടായിരിക്കുക. ഇതിനെയാണ് നമ്മൾ ഉത്തമ ഭക്തി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഭക്തി എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരെ ഭക്തനെന്നോ ആ ഭക്തി കൊണ്ട് ഈശ്വരനിൽ എത്തുന്നോ ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇത് നമ്മൾ മനസ്സിലാക്കണമെന്ന് പറയുന്നത്. നമ്മൾ സോക്കോൾഡ് ഭക്തൻ എന്താ?
നിറച്ച ചന്ദനവും കുങ്കുമവും ഇട്ട് ആ ഒരു അമ്പലത്തിൽ പോകുന്ന സമയത്ത് വൃത്തിയായിട്ടുള്ള വെളുത്ത വസ്ത്രങ്ങളൊക്കെ ധരിച്ച് പൂജാമുറി കയറുമ്പോൾ അങ്ങനെയെല്ലാം ചെയ്ത് പൂജാമുറി അടയ്ക്കുമ്പോൾ കള്ളത്തരങ്ങളും മറ്റുള്ളവരെ പറ്റിക്കുകയും വിഷമിപ്പിക്കുകയും ആരെയും സഹായിക്കാതെ ദാനം പോലും ചെയ്യാത്ത ഒരു വ്യക്തിയെ നമുക്ക് ഭക്തൻ എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ നമ്മളെ എല്ലാരിലും ഗുരുവിനെ കാണുകയാണ്. കാരണം മതാത്മാ സർവഭൂതാത്മാ, എല്ലാത്തിലും ഗുരുരൂപിണിയായിരിക്കുന്ന അമ്മ. നമുക്ക് ഗുരു എന്ന് പറഞ്ഞാൽ ആരാ? സത്യത്തെ മനസ്സിലാക്കി തരുന്ന വ്യക്തിയാണ് ഗുരു, നമ്മുടെ അജ്ഞാനത്തെ ഇല്ലാതാക്കുന്നത്. അപ്പൊ മദ്ഗുരു ശ്രീ ജഗദ്ഗുരു, എന്റെ ഗുരു ഈ ജഗത്തിന്റെ ഗുരുവാണ്, എന്റെ അമ്മയാണ് ഈ ഗുരു, അല്ലെ? എല്ലാരിലും എനിക്ക് ഈശ്വരനെ കാണാൻ പറ്റുന്നു. അപ്പോ ആ ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശ, എല്ലാവരുടെ ഹൃദയത്തിലും ഇരിക്കുന്ന ആ ഭഗവാനെ കാണുന്ന ആളിനെയാണ് നമ്മൾ ഉത്തമ ഭക്തൻ. എല്ലാ ചരാചരങ്ങളിൽ തന്നെയും തന്നിൽ എല്ലാ ചരാചരങ്ങളെയും കാണുക. അപ്പോ എന്താണ്? ഈ കാണുന്ന ജഗത്തും ജീവനും ഈശ്വരനും ഒന്നാണ് എന്നുള്ള അറിവ്. അതിനെയാണ് നമ്മൾ ത്രിപുടി മുടിഞ്ഞ ഭക്തന്റെ ലക്ഷണം. ത്രിപുടി, അല്ലെ? അമ്മ ത്രിപുരയാണ്, അല്ലെ? ത്രിപുരങ്ങളിൽ ഇരിക്കുന്നവളാണ് ദേവി, ത്രിപുരാംബിക. നമ്മുടെ 3 പുരങ്ങളാണ് എല്ലാം, ജാഗ്രത സ്വപ്ന സുഷുപ്തി, 3 ഗുണങ്ങള്, 3 തലങ്ങള്. ഈ 3 തലങ്ങളും ഇല്ലാതായിട്ട് അത് ഏകമാകും, ഒന്നായിട്ട് തീരും. അപ്പോ ആ ഭക്തൻ എന്താണ്? ആ ഭക്തനെ നമ്മൾ എന്താ വിളിക്കുന്നത്? ഉത്തമ ഭക്തൻ. അപ്പോ എന്താ ശങ്കരാചാര്യ സ്വാമികൾ പറയുന്ന ജാനാമി ഭക്തി, അമ്മേ എനിക്ക് വ്രതങ്ങളെ കുറിച്ചോ ഭക്തിയെ കുറിച്ചോ അറിയില്ല എന്ന് പറയുന്നു. അപ്പോ അടുത്തത് എന്താ? വ്രതം വാപി മാതഹ, എനിക്ക് എന്താ പറയാ, മനഃശുദ്ധിക്കും ആ ഒരു ബുദ്ധിക്ക് തെളിമയ്ക്ക് വേണ്ടിയിട്ടാണ് വ്രതങ്ങൾ ആചരിക്കുന്നത്, അല്ലെ? എന്തിനാ ഈ വ്രതങ്ങൾ? സാധാരണ വ്രതം എന്ന് പറഞ്ഞാൽ എന്താ? ദൃഢമായിട്ടൊരു തീരുമാനം, പിന്നെയാണ് കാലക്രമേണ അത് ഭക്ഷണമായിട്ട് മാറിയത്. വ്രതം എന്ന് പറഞ്ഞാല് ഞാനൊരു ഉറച്ച തീരുമാനം എടുക്കുക. എന്താണ്? ഉത്തരേത് ആത്മനാത്മാനം ന ആത്മാനം അവസാദേത്, എന്റെ ആത്മാവിനെ ഞാൻ നിന്ദിക്കില്ല, എന്റെ ആത്മാവിനെ കുറ്റം പറയില്ല, അതുപോലെ തന്നെയാണ് ബാക്കിയുള്ളവരുടെ ആത്മാവും, അവരെ ഞാൻ ഒരിക്കലും താഴ്ത്തി കെട്ടില്ല എന്നൊരു തീരുമാനം, അല്ലെ? അപ്പൊ അത് ഒരു ദൃഢമായിട്ടുള്ള ഒരു തീരുമാനമാണ്. പക്ഷേ നമ്മൾ ഈ വ്രതം എന്ന് പറഞ്ഞ് സാധാരണ ഈശ്വരനോട് അടുക്കാനാണ് വ്രതങ്ങൾ, അല്ലെ? എന്തിനാ ഈ ഉറച്ച തീരുമാനം? മനസ്സ് ചാഞ്ചാടിക്കൊണ്ടേ ഇരിക്കണം, ഇത് വേണോ അത് വേണോ, അല്ലെ? എനിക്ക് ഫലം കിട്ടുമോ, ഞാൻ ചെയ്തതിനൊക്കെ എപ്പോ കിട്ടും, ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് നമ്മുടെ ഉള്ളിൽ ഭജിക്കാനിരിക്കുമ്പോൾ. അപ്പൊ ആ മനസ്സ് തളരാതിരിക്കാൻ, മനസ്സിനെ കൂടുതൽ ശക്തമാക്കാൻ, ആന്തരിക ശക്തി, ഇച്ഛാശക്തി, ഇതെല്ലാം നമുക്ക് വർദ്ധിപ്പിക്കാൻ, അങ്ങനെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയിട്ടാണ് വ്രതങ്ങളെല്ലാം. കാരണം അല്ലാതെ ഭക്ഷണം കുറെ ഉണ്ടാക്കി ഗോതമ്പ് കഴിക്കില്ല, അല്ലെ? കുറെ പേര് അങ്ങനെയാണല്ലോ, ഗോതമ്പ് കഴിക്കില്ല, അതിന് പകരമുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടാക്കി കഴിക്കും. ഇല്ലെങ്കിൽ അരി ഭക്ഷണം കഴിക്കില്ല, അതിന് പകരമുള്ളത് എന്തെങ്കിലുമൊക്കെ കഴിച്ചിരിക്കും, ഉറപ്പാണ്. പക്ഷെ വിശപ്പിനെ കുറിച്ചും ഭക്ഷണത്തെ കുറിച്ചും മാത്രമായിരിക്കും വ്രതത്തിന്റെ ആലോചിക്കുക, അല്ലെ? ഭഗവാന്റെ അടുത്തിരിക്കുന്ന സമയം വളരെയധികം കുറയും. അങ്ങനെയല്ല, നമ്മൾ ഉറച്ച ഒരു തീരുമാനമെടുത്ത് ഭഗവാന്റെ അടുത്തേക്ക് പോവുക. ഇതിനെയാണ് നമ്മൾ വ്രതം. നിസ്സാര കാര്യങ്ങളെ വിട്ട് മഹത്തായ കാര്യങ്ങളിലേക്ക് മനസ്സിനെ വെക്കുക. അപ്പോ ശിവരാത്രി, നവരാത്രി ഒക്കെ നമ്മൾ എന്തിനാ നോക്കുന്നത്? വ്രതം എന്ന് പറയുന്നത് എന്തിനാ? ആ ഒരു ആന്തരികമായിട്ടുള്ള ശക്തിയെ വർദ്ധിപ്പിച്ച് ആ ഒരു ലക്ഷ്യ ബോധത്തെ ഉറപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം തന്നെ. ഹനുമാൻ തന്റെ സമുദ്ര തരണ സമയത്ത് എല്ലാ തടസ്സങ്ങളും ഭേദിച്ച് മുന്നോട്ട് പോകാൻ സഹായിച്ചത് എന്താ? ഉള്ളിലുള്ള ആ ഒരു നൈഷ്ഠിക ബ്രഹ്മചര്യ വ്രതമാണ്. അപ്പൊ രാമനിലുള്ള അചഞ്ചല ഭക്തിയാണ്. അതുകൊണ്ട് ദേവി, ഞങ്ങൾക്ക് ലക്ഷ്യപ്രാപ്തിക്ക് അനേക തടസ്സങ്ങളുണ്ട്, അവിടുന്ന് അവിടുത്തെ സ്ഥിരഭക്തി കൊണ്ട് എന്നെ കരകയറ്റിയാലും. വ്രതം എന്നാല് കമ്മിറ്റ്മെന്റ് എന്ന അർത്ഥം, അല്ലാതെ ഭക്ഷണ കാര്യത്തില് കൊണ്ടുവരുന്നത് വളരെ റീസെന്റ് ആയിട്ട് കുറെ കാലത്തിന്, ഒരു 10-20 വർഷത്തിന് ശേഷമാണ് ഇപ്പൊ ഈ വ്രതം എന്ന് പറഞ്ഞിട്ട് ഭക്ഷണത്തിന് കുറെ പ്രാമുഖ്യം കൊടുത്ത് ഏത്തപ്പഴം പുഴുങ്ങി കഴിക്കുന്നു, എന്താ പറയാ, വേറെ പല സാധനങ്ങളും സബ്സ്റ്റിറ്റ്യൂട്ടുകൾ കണ്ടുപിടിക്കുക, അതെല്ലാരും കൂടെ ചേർന്ന് ഉണ്ടാക്കുക, ഉപ്പുമാവ് ഉണ്ടാക്കുക, എന്നിട്ട് ഇതാണ് വ്രതം എന്ന് പറഞ്ഞിരുന്ന് കഴിച്ച് സംസാരിക്കുക. ഇത് തന്നെയാണ് ഇപ്പോഴത്തെ വ്രതങ്ങളെല്ലാം. ഇത് അങ്ങനെയല്ല, നമ്മളൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടാക്കി, എനിക്കിത് വേണം, അല്ലെ? ആ ഡെഡിക്കേഷൻ, ഉപാസന സമയം ഞാൻ ഇത്രയും ചെയ്യും, ആ ഒരു ദൃഢപ്രതിജ്ഞ, ആ ഒരു ഇച്ഛാശക്തി, ഇതിനെയാണ് നമ്മൾ വ്രതം എന്ന് പറയുന്നത്. തന്റെ ലക്ഷ്യം നേടിയല്ലാതെ ഞാൻ ഈ ദൃഢവ്രതത്തിൽ നിന്ന് മാറില്ല. അപ്പൊ ആധ്യാത്മിക തലത്തില് ഈശ്വര പ്രാപ്തിക്കായിട്ട് ചെയ്ത സാധനങ്ങളെല്ലാം തന്നെ എന്താണ്? വ്രതങ്ങളായിട്ട് തീരുകയാണ്. എങ്കിലും ഇതെല്ലാം ഇങ്ങനെയൊക്കെ ആണെങ്കിലും അമ്മ എനിക്ക് ആശ്രയം അമ്മ മാത്രമേ ഉള്ളൂ. വീണ്ടും പറയാണ്, എനിക്ക് ആലംബം അമ്മ മാത്രമേ ഉള്ളൂ, എന്നെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ട് പോണേ, ഞാൻ വളരെ ദൂരെ നിന്ന് അമ്മയെ വിളിച്ച് കരയുകയാണ്, അമ്മ കേക്കണേ. ഗതിസ്ത്വം ഗതിസ്ത്വം ത്വമേക ഭവാനി. വളരെ എന്താ പറയാ,
വ്യക്തമായിട്ട് എന്താ ഈ ഓരോന്നും എന്താണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. കാരണം ഇത് മനസ്സിലാവാതെ നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അല്ലെ? അപ്പൊ നമുക്ക് ഒരു ശ്ലോകം കൂടെ ഇന്ന് നോക്കാം, കാരണം എന്നാലേ ഇത് തീരുള്ളൂ. അപ്പൊ അടുത്ത 5-ാമത്തെ ശ്ലോകമാണ്. കുകർമ്മി കുസംഗി കുബുദ്ധി കുദാസഹ കുലാചാരഹീന കുദാചാരലീനഃ കുദൃഷ്ടി കുവാക്യ പ്രബന്ധ സദാഹം ഗതിസ്ത്വം ഗതിസ്ത്വം ത്വമേകാ ഭവാനി ഗതിസ്ത്വം ഗതിസ്ത്വം ത്വമേകാ ഭവാനി ഗതിസ്ത്വം ഗതിസ്ത്വം ത്വമേകാ ഭവാനി. ഇത് കേൾക്കുമ്പോ നമുക്ക് കൂ തുടങ്ങുന്ന കുറെ വാക്കുകളാണ് പറയുന്നത്, അല്ലെ? കുകർമ്മി കുസംഗി കുബുദ്ധി കുദാസഹ കുലാചാരഹീനഃ കുദാചാരലീനഃ കുദൃഷ്ടി കുവാക്യ. എല്ലാം 9 കാര്യം പറയുന്നുണ്ട്. കുകർമ്മി, സദാ കർമ്മം ചെയ്യുന്നവൻ. ഞാൻ എപ്പോഴും ഈ ലോകത്തില് ഞാൻ ചെയ്യുന്നു എന്ന ഭാവത്തില് കർമ്മം ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. ചോദിച്ചാൽ എപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലേ, ഞാൻ ചെയ്യണു, ഞാന് ഭയങ്കര ബിസിയാണ്, ഞാൻ കർമ്മം ചെയ്യാണ്, അല്ലെ? കുസംഗി, ഞാൻ ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കളോടും മനുഷ്യരോടും പാശം വെച്ച് പുലർത്തുന്നു. എന്റെ കുടുംബം, എനിക്കതാണ് വലുത്, ബാക്കിയുള്ളവരൊന്നും വലുതല്ല, അല്ലെ? അപ്പൊ ഞാൻ വിചാരിക്കുന്നതല്ല എന്റേതാണ്, ഞാനാണ് കർമ്മം ചെയ്യുന്നവൻ, ഞാൻ സുഖിയാണ് ദുഃഖിയാണ്, എനിക്ക് സുഖം വരുന്നു ദുഃഖം വരുന്നു, ഇങ്ങനെയുള്ള മിഥ്യാധാരണ വെച്ച് പുലർത്തുന്നു. അതാണ് കുസംഗി. കുബുദ്ധി, കുബുദ്ധിയാണ് കാരണം, അല്ലെ? എന്റെ എന്താ പറയാ, ഗുരുവാണ് എന്റെ ബുദ്ധിയിൽ ഇരിക്കുന്നതെങ്കിലും ഞാൻ ഒന്നും അനുസരിക്കില്ല, എന്റെ ബുദ്ധി പറയുന്ന ഒന്നും ഞാൻ കേൾക്കില്ല. അതാണ് കുബുദ്ധി. ബുദ്ധി നമുക്ക് നല്ലത് ഉപദേശിക്കും. മനസ്സ് തെറ്റായിട്ടുള്ള വഴിയിൽ കൊണ്ടുപോയാലും ബുദ്ധി എന്ത് പറയും? നല്ലത് ചെയ്യൂ, ഇതാണ് ശരി എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ എന്താ പറയാ, തട്ടിക്കളയും, അതിനെ ഇഗ്നോർ ചെയ്യും, പിന്നെ ബുദ്ധി പറയില്ല. അപ്പൊ അതാണ് കുബുദ്ധി. ശരിയായിട്ടുള്ള കാര്യങ്ങൾ അറിയാം, പക്ഷെ അത് ചെയ്യില്ല. കുദാസൻ, ഞാൻ അമ്മയുടെ ദാസനാണെന്ന് ഭാവിക്കും, പക്ഷെ അത് എന്റെ അഹങ്കാരത്തെ എന്താ പറയാ, അഹങ്കാരത്തെ പോഷിപ്പിക്കാനാണ്. ഞാന് അമ്മയുടെ എന്താ പറയാ, ഞാൻ ദേവി ഉപാസകനാണെന്ന് എല്ലാവരുടെ പറഞ്ഞു നടക്കും, പക്ഷെ ആ ഒരു എന്താ പറയാ, നമ്മുടെ പരമ്പര പറയുന്ന ഒന്നും ഞാൻ ചെയ്യില്ല. പറയുമ്പോൾ ഞാൻ ശ്രീവിദ്യയാണ്, പക്ഷെ എന്തെങ്കിലും ചെയ്യാമോ, ചെയ്തിട്ടുണ്ടോ, അറിയില്ല, അല്ലെ? അടുത്ത എന്താ, കുലാചാരഹീനനാണ്. അപ്പൊ അമ്മയുടെ ആചാരത്തിനാണ് നമ്മൾ കുലാചാരം, അത് ഞാൻ അനുസരിക്കൂല. കഥാചാര ലീനഹ, സദാചാരത്തിൽ നിന്ന് ഞാൻ അകന്നു നിൽക്കും. കുദൃഷ്ടി, അമ്മ എനിക്ക് ജ്ഞാനേന്ദ്രിയങ്ങൾ കണ്ണുകൊണ്ട് എന്താ പറയാ, ജ്ഞാനേന്ദ്രിയങ്ങൾ തന്നിട്ടുണ്ട്. കണ്ണുകൊണ്ട് അമ്മയെ കാണുകയോ കാതുകൊണ്ട് അമ്മയെ കുറിച്ച് കേൾക്കുകയോ നാവ് കൊണ്ട് അമ്മയെ എന്ന് വിളിക്കുകയോ ചെയ്യുന്നില്ല. കാരണം എനിക്ക് അന്യദേവതാ ഭജനമാണ് എനിക്ക് ഇഷ്ടം. അപ്പൊ അങ്ങനെ എന്റെ മനസ്സിന്റെ ഇഷ്ടം അനുസരിച്ച് ഞാൻ തീരുമാനമെടുക്കും. ഞാൻ അമ്മയുടെ മന്ത്രമൊക്കെ ജപിക്കുന്നുണ്ട്, അതിന് വേണ്ടത് അമ്മ തന്നാ മതി, ഞാൻ ഇത്ര കാര്യത്തിന് വേണ്ടി ജപിക്കും, അതിനുള്ള ഫലം എനിക്ക് ഇനി തന്നേച്ചാൽ മതി, പക്ഷെ എനിക്ക് എല്ലാ ദേവതകളും വേണം, ഞാൻ അവരെയൊക്കെ സന്തോഷപ്പെടുത്തിക്കൊണ്ടേയിരിക്കും, അതാണ് എനിക്ക് ഇഷ്ടം, ഞാൻ അതേ ചെയ്യൂ. അപ്പോ ഇതിനെന്താ പറയുന്ന, കുലാചാരഹീന. അങ്ങനെ എന്റെ മനസ്സിന്റെ ഇഷ്ടം അനുസരിച്ച് ഞാൻ തീരുമാനം എടുത്ത് ജീവിക്കും. കുവാക്യം, ഞാൻ അമ്മയുടെ മറ്റു രൂപങ്ങളെ കീർത്തിക്കും. എനിക്ക് അമ്മയുടെ ഈ രൂപം, ലളിതാ ത്രിപുര സുന്ദരിയുടെ രൂപമൊന്നും എനിക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല, അതുകൊണ്ട് ഞാൻ വേറെ ആളുകളെ, കൃഷ്ണനെ പൂജിക്കും. കൃഷ്ണൻ എന്റെ ഫേവററ്റ് ദേവനാണ്, ഗുരുവായൂരിരിക്കുന്ന ആളാ. തിരുപ്പതി ദേവൻ, ഒരുപാട് പണമുണ്ട്. പത്മനാഭസ്വാമി, നല്ല പണമുള്ള ആളുകളെയൊക്കെ ഞാൻ സ്നേഹിക്കും. അമ്മ അതിന് വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല. അതുകൊണ്ട് എന്താ, ഞാന് എന്താ ആ ഒരു അമ്മയുടെ മറ്റു രൂപങ്ങൾ അത് എനിക്ക് അറിയാം, എങ്കിലും ഞാൻ അവരെ കീർത്തിക്കും. എനിക്ക് പ്രപഞ്ചത്തിൽ പല കാര്യങ്ങളും നേടാനുണ്ട്. എൻ്റെ അസ്ട്രോളജർ പറഞ്ഞിട്ടുണ്ട്, ഈ ആളെ പൂജിച്ചാലേ എനിക്ക് ഇത് കിട്ടുള്ളൂ. അപ്പൊ അമ്മയെ പൂജിച്ചാൽ മതിയോ എനിക്ക്? വിഷ്ണുവിനെ പൂജിക്കാൻ പറഞ്ഞു. ഞാനിപ്പോ കുറച്ചു നാളത്തേക്ക് തൽക്കാലം വിഷ്ണുവിനെ പൂജിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കിട്ടിക്കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ ഞാൻ അമ്മയുടെ അടുത്ത് വരാം. ഇതാണ് നമ്മുടെ എടുക്കുന്ന തീരുമാനങ്ങൾ, അല്ലെ? അപ്പൊ കുവാക്യ, അപ്പോ പ്രബന്ധ, പ്രബന്ധ എന്ന് പറഞ്ഞാൽ ഞാൻ പൂർണ്ണമായിട്ടും എന്റെ ദുരാചാരങ്ങളാൽ ബന്ധിക്കപ്പെട്ട് കിടക്കണു അമ്മ. സദാഹം, ഇത് പറയുന്നത് ആദ്യ ശങ്കര ഭഗവത്പാദരാണെന്ന് മനസ്സിലാക്കണം. ഇവിടെ എല്ലാം നമ്മളെ ആഡ് ചെയ്തോളൂ. ഇത് നമ്മളാണ് പറയുന്നെങ്കിൽ ഞാനല്ല ഞാനല്ല എന്നേ നമ്മൾ പറയുള്ളൂ, അല്ലെ? ഇതിപ്പോ നമ്മളെയാണ് ഇത് ഇത്രയും വാക്കുകൾ പറയുന്നെങ്കിൽ ഒരാള് വന്നിട്ട് നമ്മളോട് പറയാം, നിങ്ങൾക്ക് കുറച്ച് വിശേഷണങ്ങൾ ഞാൻ തരാം, നിങ്ങൾ കുകർമ്മി കുസംഗി കുബുദ്ധി കുദാസഹ കുലാചാരഹീന കഥാചാരലീനഹ കുദൃഷ്ടി കുവാക്യ, ഇത്രയും പറയുമ്പോ തന്നെ എണീക്കും, ഇല്ലേ? ഓഹോ, എന്നെ കുറിച്ച് ഇത്രയൊക്കെ നിങ്ങൾ പറഞ്ഞോ, അല്ലേ? ഞാൻ ഇതൊന്നും അല്ല, നിങ്ങൾ എന്ത് വിചാരിച്ചു എന്നെ കുറിച്ച്, ഞാൻ നല്ലവനാണ്. പക്ഷേ എന്താ പറയുന്നത്, ഈ ശങ്കരാചാര്യ സ്വാമികൾ പറയണു, ഞാൻ ഇത് സദാഹം, ഞാൻ ഇതെല്ലാം ആണമ്മ, ഞാൻ ഇതെല്ലാം ആണ്. ആദിശങ്കര ഭഗവത്പാദാണ് നമ്മൾ പറയുന്നത്, ഒന്നും ചെയ്യാതെ എല്ലാം ഞാനാണെന്ന് അക്സെപ്റ്റ് ചെയ്യണം.
നമുക്ക് ഉടനെ നമ്മുടെ ഈഗോയെ അത് പ്രിക്ക് ചെയ്യും, ഇല്ലേ? അഹങ്കാരം ഉടനെ പറയും, ഇതൊക്കെ അവരെന്നെ കുറിച്ച് മോശം പറഞ്ഞു, ഇതെല്ലാം എന്നെ കുറിച്ച് പാടി, ഞാൻ ഇനി ഇവിടെ ഇരിക്കില്ല, എനിക്ക് ഈ അമ്മയുടെ ഉപാസനയും വേണ്ട എന്ന് പറഞ്ഞിട്ട് അപ്പൊ തന്നെ ഇറങ്ങിപ്പോകും. നമ്മുടെ അഹന്ത, നമ്മുടെ അഹന്തയ്ക്ക് അടിമപ്പെട്ടിരിക്കുകയാണ് എന്നർത്ഥം. അമ്മ ഒരു കാര്യം സത്യമാണമ്മ, എന്റെ കാലടികള് അവിടത്തേക്ക് മാത്രമാണ് സഞ്ചരിക്കണമെന്ന് പറയണു ശങ്കരാചാര്യ സ്വാമികള്. എന്നെ നോക്കണേ അമ്മേ, ഗതിസ്ത്വം ഗതിസ്ത്വം ത്വം ഏകാ ഭവാനി. ഭവാനി അഷ്ടകം എന്ന് പറയുന്ന ഈ മനോഹരമായിരിക്കുന്ന 8 ശ്ലോകങ്ങള് നമ്മുടെ ജീവിതത്തില് നമ്മൾ അനുഷ്ഠിക്കേണ്ട കുറെ കാര്യങ്ങളെയാ പറഞ്ഞു തരുന്നത്. അവയെല്ലാം തന്നെ ആഴത്തിൽ ചിന്തിക്കേണ്ടതായിട്ടുമുണ്ട്. കാരണം ഇത് അതിഗഹനങ്ങളാണ്, ചുമ്മാ പറയുന്നതല്ല, ചുമ്മാ ഒരു വ്യക്തി പറഞ്ഞതല്ല, അമ്മയെ നേരിട്ട് കണ്ട ആള് പറഞ്ഞതാണ്. ഇതിലൊക്കെ എന്തെങ്കിലും കാര്യങ്ങളുണ്ട്. കാരണം എല്ലാത്തിനും ഭാഷ്യം എഴുതിയ, വിഷ്ണു സഹസ്രനാമത്തിനുൾപ്പെടെ ഉപനിഷത്തുകൾക്കും വേദങ്ങൾക്കുമെല്ലാം ഭാഷ്യം എഴുതിയ, ഇത്രയും ക്ഷേത്ര പ്രതിഷ്ഠകൾ നടത്തിയ, ആ പൂജാ വിധികൾ നിർണയിച്ച ശങ്കരാചാര്യ 32 വയസ്സിൽ തന്റെ കർമ്മങ്ങളെല്ലാം അവസാനിച്ച് ശരീരം വിട്ടുപോയ അദ്ദേഹം എഴുതിയ ശ്ലോകങ്ങൾ നിസ്സാര ശ്ലോകങ്ങളെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതിലൊക്കെ നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അടക്കി വെച്ചിരിക്കുകയാണ്. വളരെ ഗഹനാണ്. എല്ലാ ആശയങ്ങളും അതിൽ സംഗ്രഹിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കണം. കാരണം ഒരു ശരണാഗതി, ഇതിന്, ഈ സ്തോത്രത്തിന് എന്താ സാധാരണ പറയുക? ഒരു ശരണാഗതി സ്തോത്രം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് എന്താ കാരണം? ഗതിസ്ത്വം ത്വം ഏകാ ഭവാനി എന്നത് ശരണാഗതിയോടൊപ്പം തന്നെ ഈ ലോകത്തിൽ തനിക്ക് ഒന്നും അറിയില്ല, ഒന്നിനെയും ആശ്രയിക്കാൻ കൊള്ളില്ല എന്ന് തുറന്നു പറയുകയാണ്. നമ്മൾ പലതും തുറന്നു പറയില്ല, അല്ലെ? പുറമെ എന്തൊക്കെയോ അഭിനയിക്കും. കാരണം പറയാനുള്ളത് തുറന്നു പറയുക. നമ്മൾ എന്തിനാ അവിടെ ഭയക്കുന്നത്? നമുക്ക് പറ്റാത്ത കാര്യം പറ്റില്ല എന്ന് പറയുക, അറിയാത്ത കാര്യം അറിയില്ല, അതെന്തോ എനിക്ക് കുറച്ചറിയാം, ഇല്ലേ? ആ കുറച്ച് അറിയുന്നത് പറയാതിരിക്കുക, അറിയുന്നെങ്കിൽ നന്നായിട്ട് അറിഞ്ഞിട്ട് പറയുക. അപ്പോ ആ തുറന്നു പറച്ചിലാണ് ശരണാഗതി. നമ്മൾ ഈശ്വരന്റെ മുമ്പിലെങ്കിലും ശരണാഗതി ചെയ്യണം, അമ്മയുടെ മുമ്പിൽ മനസ്സ് തുറക്കണം. എന്നിട്ട് ശരണാഗതി ചെയ്തെങ്കിൽ മാത്രമേ ആ ഈശ്വര എന്താ പറയാ അനുഗ്രഹം നമ്മുടെ ഉള്ളിൽ ഒഴുകി വരുള്ളൂ. ഇത് നമ്മള് ചിന്തിക്കാനാണ് ഈ പറയുന്നതെല്ലാം തന്നെ, അല്ലാതെ ആരെയും വേദനിപ്പിക്കാനല്ല. ഇത് ഈ പ്രപഞ്ചം ഇന്ന് ഈ ലോകത്തിൽ കാണുന്ന കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ഇതിൽ പറയുന്നതെല്ലാം തന്നെ നമ്മുടെ അന്ധകരണ ശുദ്ധിക്കാണ്, നമ്മളെ പാകപ്പെടുത്തി എടുക്കാനുള്ള സാധനങ്ങളാണ് എന്ന് മനസ്സിലാക്കണം. ആ ബുദ്ധി സൂക്ഷ്മതയ്ക്കും ജീവിത നൈർമല്യത്തിനും ഈ പ്രപഞ്ചത്തെ മുഴുവനും ഈശ്വര ഭാവത്തിൽ കാണുന്നതിനും ഒരു സർവാത്മഭാവം ഉറയ്ക്കുന്നതിനുമുള്ള സാധനങ്ങളെയാണ് ഇവിടെ എണ്ണി 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 ആചാര്യസ്വാമികളെ പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ തന്നെ ചെയ്യാതെ മനസ്സ് വികസിക്കാൻ പറ്റില്ല, അല്ലെ? ഈശ്വര സാക്ഷാത്കാരം സാധ്യമല്ല. സ്വാർത്ഥരും നിസാര വസ്തുക്കളില് ഭ്രമവും ഞാൻ എന്ന അഹങ്കാരവും ഞാന് എന്റേതെന്ന് കരുതുന്ന ആളുകൾക്ക് ഒരിക്കലും ഈ അനന്തമായിരിക്കുന്ന ഈശ്വരനെ, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ സാരമായിരിക്കുന്ന ഈശ്വര തത്വത്തെ സാക്ഷാത്കരിക്കാൻ സാധ്യമല്ല. ഉള്ളൂർ പരമേശ്വരയ്യർ പാടിയതുപോലെ, അടുത്തിരിപ്പോർ അനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തോർ അരൂപൻ ഈശ്വരൻ അദൃശ്യനായാൽ അതിലെന്ത് ആശ്ചര്യം. എന്ത് കറക്റ്റാണ്! നമ്മുടെ അടുത്തിരിക്കുന്ന സ്വന്തം അനിയനെ പോലും നോക്കാൻ നമുക്ക് കണ്ണുകളില്ല, പിന്നെ ഈ അരൂപനായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ സാരമായിരിക്കുന്ന ഭഗവാനെ നമുക്ക് എങ്ങനെ കാണാൻ പറ്റും, അല്ലെ? നമ്മുടെ സഹോദരങ്ങളെ, നമ്മളെക്കാൾ ദീനരായിട്ടുള്ളവരെ, ദൗർഭാഗ്യമുള്ളവരെ, ദുഃഖിതരെ, അവരോടും കാരുണ്യം ഉണ്ടാകണം നമുക്ക്. ആ ഒരു ചെറിയ സഹായമെങ്കിലും ചെയ്യാത്തവർക്ക് ഈശ്വരാനുഗ്രഹം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? നമുക്ക് ചുറ്റുമുള്ള ദൈന്യത അനുഭവിക്കുന്നവരെ കൊണ്ട് കണ്ടിട്ട് നമ്മുടെ മനസ്സ് ഉരുകണം, കാരുണ്യം ഉണ്ടാകണം. അല്ല അതിന് ഈശ്വരനെ കുറ്റം പറയുകയല്ല, എന്തിന് ഈശ്വരൻ ഇങ്ങനെ ചെയ്തു എന്ന് ചോദിക്കുകയല്ല. നരത്തിലൂടെ കാലില്ലാതെ ഇരുന്ന് നിരങ്ങിപ്പോകുന്ന ഒരു എന്താ പറയാ വൃദ്ധയായ സ്ത്രീയെ കണ്ട്, ഓ ഈശ്വരൻ എന്താ കണ്ണില്ല എന്നൊന്നും ചോദിക്കാൻ നമുക്ക് അർഹതയില്ല. നാളെ നമ്മളാണ് ഇതുപോലെ പോവാം ചിലപ്പോ, ഇല്ലേ? നമ്മുടെ കർമ്മങ്ങൾ മോശമാണെങ്കിൽ നമുക്ക് ഈശ്വരനെ കുറ്റം പറയാനല്ല, അവരോട് കരുണയുണ്ടായിട്ട് എന്തെങ്കിലും നമുക്ക് അവരെ സഹായിക്കാം, അല്ലെ? അപ്പോ ആ ഒരു കാരുണ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. അതിന് കുറച്ച് നമ്മാലാകുന്നത് പ്രവർത്തിക്കണം. അവരുടെ ദുഃഖങ്ങള് എന്താ പറയാ മാറണമെന്ന് ചിന്തിക്കണം. ഈശ്വര അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞ് നമുക്ക് അവർക്ക് വേണ്ടി ഒരു ചെറിയ പ്രാർത്ഥന കൊടുക്കാം, അല്ലെ? അങ്ങനെ മാത്രമേ നമുക്ക് സർവ്വവ്യാപിയായിരിക്കുന്ന സർവ്വ അന്തർയാമിയായിരിക്കുന്ന ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ സാധിക്കുകയുള്ളൂ. മറ്റുള്ളവരെ തിരിഞ്ഞു നോക്കാതെ ഉള്ളതെല്ലാം തനിക്കും തന്റെ കുടുംബത്തിനും മാത്രം സൂക്ഷിച്ചു വെച്ച് കുറെ തീർത്ഥാടനങ്ങളും അമ്പല ദർശനങ്ങളും മന്ത്രജപങ്ങളും വ്രതങ്ങളും ഒക്കെ അനുഷ്ഠിക്കുന്ന കുറെ പൊങ്ങച്ചങ്ങൾ കാണിച്ചത് കൊണ്ടോ, ഈ കുറെ എന്താ പറയാ ഇതെല്ലാം എനിക്കറിയാം, വേറെ ആരും എന്നെ പഠിപ്പിക്കേണ്ട എന്നുള്ള രീതിയിൽ പെരുമാറിയത് കൊണ്ടോ ഒന്നും തന്നെ ഈശ്വര സാക്ഷാത്കാരം
സാധ്യമല്ല. ആദ്യം ഹൃദയത്തില് കാരുണ്യം ഉണ്ടാവണം, അത് മൃദുവാവണം, വിനയമുണ്ടാകണം. ഇതൊന്നുമില്ലാതെ ഈശ്വരന്റെ 7 അയലത്തെത്താൻ സാധിക്കുകയില്ല, സാധിക്കുകയില്ല, സാധിക്കുകയില്ല. ഗതിസ്ത്വം ഗതിസ്ത്വം ഗതിസ്ത്വം. അല്ലെ? എന്താ എനിക്ക് ആ ഗതി വേണമെങ്കിൽ എന്ത് വേണം? ഇതെല്ലാം നമുക്ക് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ എന്താ ശാസ്ത്രം പറയണു? ഇതൊന്നും പറ്റില്ല, പറ്റില്ല, പറ്റില്ല. ഉറപ്പിച്ച് പറയുകയാണ്. വേദശാസ്ത്രങ്ങളെ പഠിച്ച് പുരാണങ്ങളെല്ലാം പഠിച്ചു എന്നതൊക്കെ വെറും തലക്കനം വർദ്ധിപ്പിക്കാൻ മാത്രമേ നമ്മളെ സഹായിക്കുള്ളൂ. എനിക്ക് രാമായണം മുഴുവനും കാണാതെ അറിയാം, ഇതിലൊന്നും ഒരു അർത്ഥമില്ല. മറ്റുള്ളവരോട് എന്താ പറയാ, വളരെ പുച്ഛത്തോട് പെരുമാറുക, ശാഠ്യക്കാരായിരിക്കുക, അഹങ്കാരികളായിരിക്കുക, ആ ഒരു കരുണയില്ലാത്തവരായിരിക്കുക, ബാക്കിയുള്ളവരുടെ എന്താ പറയാ ഒരു വിഷമങ്ങളെ കുറിച്ചും നമ്മൾ ബോധപ്പെടല്ല. എന്റെ കാര്യം ഭംഗിയായിട്ട് നടക്കുക. ഇതെല്ലാം തന്നെ എന്താ, ഇതൊന്നും ഉള്ളവർക്ക് വെച്ചിട്ടുള്ളതല്ല ഈശ്വര സാക്ഷാത്കാരം. അവരുടെ എന്താ പറയാ ആ ഒരു അറിവില്ലായ്മ അവരുടെ ക്ലേശത്തിന് മാത്രമേ വഴിയൊരുക്കുന്നുള്ളൂ. അല്ലെ? കഴുത കുങ്കുമം ചുമക്കുന്ന പോലെ കുറെ കാര്യങ്ങളൊക്കെ എന്താ പഠിച്ചു പറയുന്നു, തത്ത പറയുന്ന പോലെ അല്ലെ? ഉള്ളിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. കുങ്കുമത്തിന്റെ ഗന്ധം അറിയാതെ കുങ്കുമം ചുമക്കുന്നു ഗർദഭം. മണം, ഈശ്വരന്റെ സ്നേഹം, കരുണ, അല്ലെ? ആ അമ്മയുടെ ഗന്ധം നമ്മൾ അറിയണം. അമ്മയുടെ സ്നേഹം, അമ്മയുടെ കരസ്പർശം അറിയണമെങ്കിൽ എന്ത് വേണം? അമ്മയുമായിട്ട് അടുക്കണം, അല്ലേ? അങ്ങനെയുള്ളവർക്ക് അനുകമ്പ, വിനയം എത്രത്തോളം വിപുലപ്പെടുത്താൻ ശ്രമിച്ചാല് ഈശ്വരനിലേക്കുള്ള വഴി നമുക്ക് തെളിഞ്ഞു വരുന്നത് കാണാം. ഇത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇനി ഭഗവത്പാദർ 5-ാം ശ്ലോകത്തിൽ പറയുന്നത് എന്താ? ചെയ്യേണ്ടത് എന്താണെന്ന് പറയുന്നു. കാരണം എന്താ പറയാ, ഒന്നും ചെയ്തില്ല, ചെയ്യരുതാത്തതെല്ലാം ഞാൻ ചെയ്യുകയും ചെയ്തു, അല്ലെ? എല്ലാം ചേർത്ത് പറയുകയാണ്. അപ്പോ സ്വയം വിശേഷിപ്പിക്കുകയാണ്, ഇല്ലേ? ഒന്നും സത്യമല്ല, അദ്ദേഹം എല്ലാം സുഹൃതിയാണ്, സുകർമ്മി അല്ല. കുകർമ്മിയാണോ അദ്ദേഹം? അല്ല, സുകർമ്മിയാണ്. പക്ഷെ നമുക്ക് വേണ്ടിയിട്ട്, നമ്മളെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം എല്ലാം എന്താ? സുകർമ്മി, നല്ലതായിട്ട് ചെയ്ത ആളാണ്. നമ്മളെ ഉണർത്താനാണ് അങ്ങനെ പറയുന്നത്. ലോകത്തിലെ ഭൂരിഭാഗം ഉള്ളവരും ഇങ്ങനെയുള്ളവരാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ അറിഞ്ഞ് മാറിയാൽ മാത്രമേ അമ്മയുടെ അടുത്തേക്കുള്ള ഗതി ഉറപ്പാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് അദ്ദേഹത്തിന് അറിയാം. ആദ്യം എന്താ പറയണ? കുകർമ്മി, കുൽസിതമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നവൻ. സുകർമ്മി എന്ന് പറഞ്ഞാൽ എന്താ? സുഷ്ടുവായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നവൻ. ഇപ്പൊ ശാസ്ത്രങ്ങള് വിധി നിഷേധങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇല്ലേ? നല്ല ഏത് കർമ്മങ്ങൾ ചെയ്യണം, ഏത് കർമ്മങ്ങൾ ചെയ്യണ്ട. അപ്പൊ ശാസ്ത്രത്തിലെ നിഷേധ കർമ്മങ്ങളുടെ വാസന കാരണം വീണ്ടും യാന്ത്രികമായിട്ട് അതിനടിമയായിട്ട് കർമ്മപാശം കൊണ്ട് മുമ്പ് ചെയ്ത കർമ്മങ്ങളെ വീണ്ടും വീണ്ടും ചെയ്യുന്ന ആളാണ് കുകർമ്മി. ഇപ്പൊ കർമ്മങ്ങള് വാസന പ്രേരിതങ്ങളാണ്, ഇല്ലേ? കർമ്മങ്ങളാണ് സുഖദുഃഖങ്ങൾ തരുന്നത്. അപ്പോ ദുഃഖം പോലും വീണ്ടും വീണ്ടും ചെയ്യുന്നു. എന്താണ് കാരണം? സ്വയം നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. ഇപ്പൊ നമുക്ക് ഒരു എന്താ പറയാ, മദ്യം കഴിക്കുന്ന ആള്, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാപകർമ്മങ്ങളിൽ ഏർപ്പെടുന്ന ആള്, അപ്പൊ അവര് പറയാറുണ്ട്, ഞങ്ങള് വേണ്ടാന്ന് വിചാരിക്കും, നാളെ തൊട്ട് ഇത് നിർത്തണം എന്ന് വിചാരിക്കുന്നുണ്ട്, പക്ഷെ സമയമാകുമ്പോ പറ്റുന്നില്ല. ഇതിനെയാണ് നമ്മള് വാസനാ പ്രേരിതം എന്ന് പറയുന്നത്. വേണ്ടാന്ന് വിചാരിച്ചാലും ചില ഭക്ഷണങ്ങൾ നമ്മൾ ഇനി കഴിക്കില്ല എന്ന് വിചാരിക്കും, പക്ഷെ സമയമാകുമ്പോൾ അതിന്റെ രുചി നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഓർമ്മ വരും, ഉടനെ അത് കഴിക്കുകയും ചെയ്യും. നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അപ്പോ കർമ്മങ്ങളാണ് സുഖദുഃഖങ്ങൾ തരുന്നെന്ന് അറിഞ്ഞാലും ദുഃഖമാണ്, അല്ലെ? മദ്യപിച്ച് നമ്മുടെ എന്താ പറയാ, ശരീരത്തിന്റെ ആരോഗ്യം പോണു, പണം പോണു, നമ്മുടെ കുടുംബത്തിൽ നമ്മൾ വേണ്ടാത്ത ആളാവുന്നു, അവസാനം സ്വബോധം നഷ്ടപ്പെടുന്നു, മറ്റുള്ളവർക്ക് പണത്തിന് വേണ്ടി മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നു, റോഡിൽ കിടക്കുന്നു. ഇങ്ങനെ ഒരുപാട് ചെയിൻ ഓഫ് ആക്ഷൻസ് വരികയാണ് ഒരെണ്ണത്തിൽ നിന്ന്. ആദ്യം എന്റെ പൈസയാണ്, ഞാൻ കുടിക്കുന്നു, ഇതിൽ ആരും ഇടപെടണ്ടെന്ന് പറയും. പിന്നെ എന്തായി? അത് സമൂഹത്തിന് തന്നെ ഒരു ബാധ്യതയായിട്ട്, ബാക്കിയുള്ളവർക്ക് ശല്യമായിട്ട്. ഇതൊക്കെ മഹാപാപങ്ങളാണ്, ഇല്ലേ? ഇത് ദുഃഖമാണെന്ന് അറിയാം, പക്ഷെ പറയണു എനിക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. ഇതിനാണ് നമ്മൾ ഡി അഡിക്ഷൻ സെന്ററിലൊക്കെ കൊണ്ടാക്കുന്നത്. അവരെ അതിൽ നിന്ന്, ആ പ്രലോഭനങ്ങളിൽ നിന്ന് മാറ്റി കുറച്ച് ഐസൊലേറ്റ് ചെയ്ത് കുറച്ച് നാൾ ഇട്ടു നോക്കും, അല്ലെ? അവിടെ കിടക്കുന്ന സമയമാകുമ്പോ കയ്യും കാലും ഇട്ടടിക്കും, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, തലമുടിയൊക്കെ പിച്ചി ചീന്തി ചവരിലിട്ട് ഇടിക്കുകയൊക്കെ ചെയ്യും. കാരണം അവർക്ക് അങ്ങ് മനസ്സ് എന്താ പറയാ, അവരെ ഇരിക്കാൻ സമ്മതിക്കുന്നില്ല. വേണം വേണം വേണം. ഇത് ആരാ പ്രേരിപ്പിക്കുന്നത്? നമ്മുടെ മനസ്സ് തന്നെയാണ്. അങ്ങനെ ഒരു 10-20 ദിവസം അതിനകത്ത് കിടക്കുമ്പോൾ പതുക്കെ 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 ആ വാസനകൾ ഒന്നടങ്ങിയിട്ട് അവർ ശാന്തമാകും. പിന്നെ മരുന്നിന്റെ ഒക്കെ പ്രയോഗം കഴിഞ്ഞതിന് ശേഷം അവർ പുറത്തിറങ്ങി ഒരു 10 ദിവസം കഴിഞ്ഞ് ഒരു മദ്യ ഷോപ്പിന്റെ ഫ്രണ്ടിൽ കൂടെ പോകുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും? ഓടി അകത്ത് കയറി ഉള്ള പൈസ കൊടുത്ത് അത് വീണ്ടും വാങ്ങിച്ചു കുടിക്കും. അപ്പൊ ഇത് എന്താണ് പറയേണ്ടത്? നമ്മൾ ജന്മാന്തര കർമ്മവാസന. ആ ദുഃഖമാണെന്ന് അറിഞ്ഞിട്ടും ഇത്രയും നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും, ഡയബറ്റീസ് ഉണ്ടായിരിക്കാം, പ്രഷർ ഉണ്ടായിരിക്കാം, എന്നിട്ടും ഞാൻ മരിച്ചു പോകുമെന്ന് അറിഞ്ഞാൽ പോലും അവന് എന്താ പാപവാസനയിൽ നിന്ന് വിടാൻ പറ്റുന്നില്ല, സ്വയം നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. ഇതാണ് നമ്മൾ കുകർമ്മി.
ജാനാമി ധർമ്മം നജമേ പ്രവർത്തി, ജാനാമി അധർമ്മം നജമേ നിവർത്തി. ധർമ്മം അധർമ്മം എല്ലാം നന്നായിട്ട് അറിയാം. ആരാ പറയുന്നത്? നമ്മുടെ ദുര്യോധനൻ പറയാണ്, എന്നെ ആരും പഠിപ്പിക്കണ്ട, എനിക്ക് ധർമ്മം എന്താണെന്ന് അറിയാം, എനിക്ക് അധർമ്മം എന്താണെന്ന് അറിയാം, ധർമ്മവും അധർമ്മവും അറിയാം, ചെയ്യണ്ടെന്ന് വിചാരിക്കും. പക്ഷേ ആ സമയത്ത് മനസ്സും ഇന്ദ്രിയങ്ങളും ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്നു. മഹാനായിരിക്കുന്ന ധൃതരാഷ്ട്രയുടെ പുത്രനായിരിക്കുന്ന ദുര്യോധനനാണ് ഇത് പറഞ്ഞത്. എന്ത് പറ്റി അതുകൊണ്ട്? ആ ഏതോ ഒരു ദേവൻ ഹൃദയത്തിലിരുന്ന് യഥായുക്തി എന്താ പറയാ, ചെയ്യരുതേ ചെയ്യരുതേ എന്ന് പറഞ്ഞാലും എനിക്കത് പറ്റുന്നില്ല. അപ്പൊ അധർമ്മമാണ്, നജമേ നിവർത്തി, അതിൽ നിന്ന് നിവർത്തിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേയാണ് അവിടെ പറയുന്നത്, എനിക്ക് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പൊ ദുര്യോധനൻ പറഞ്ഞു, അതുകൊണ്ട് എന്ത് പറ്റി? കുരുവംശം ആ ഒരു 5 പേരുള്ളതും 101 പേരുള്ളിടത്തും എന്ത് സംഭവിച്ചു? ആ ഒരു 101 പേരും അതിമാരകമായിട്ട് അതിഭീകരമായിട്ട് മരിക്കേണ്ട ഇട വന്നു, അല്ലെ? അപ്പോ ഒരു ദേവൻ, നമ്മുടെ ദേവൻ എന്ന് പറഞ്ഞാൽ ആരാ? അമ്മ, നമ്മുടെ മനസാക്ഷി നമ്മുടെ ഉള്ളിലിരുന്ന് എന്ത് പറയും? യഥാനി യുക്തോസി തഥാ കരോമി. എന്നെ കൊണ്ട് ആ ഒരു അധർമ്മിക പ്രവർത്തികള് ചെയ്തുകൊണ്ടേ ഇരിക്കാതെ നീ നല്ലത് ചെയ്യൂ എന്ന് ആരോ എന്റെ ഹൃദയത്തിലിരുന്ന് പറയുന്നുണ്ട്. അത് കേൾക്കാതെ വന്നപ്പോ എന്തായി? അത് പിന്നെ പറയാതായി, അല്ലെ? അപ്പോ എന്നെ കൊണ്ട് അധാർമിക പ്രവർത്തികൾ ചെയ്യിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ഐ നോ വാട്ട് ഈസ് റൈറ്റ്, ഐ ആം ഹെൽപ്ലെസ്, അല്ലെ? പലരും പറയണ കേട്ടിട്ടുണ്ട്, ഐ കുഡിൻ ഡു ഇറ്റ്, അല്ലെ? ഐ നോ ദാറ്റ് വാസ് റോങ്, ഐ ഹാവ് ഡൺ എന്നൊക്കെ പറയാറുണ്ട്. ഇതിൽ പറഞ്ഞിട്ട് എന്താ കാര്യം? ചെയ്ത് കഴിഞ്ഞതെല്ലാം തന്നെ കർമ്മമായി കഴിഞ്ഞു. പക്ഷെ ആരോ ഒരാൾ എന്നെ തള്ളുന്നു, വേണ്ടാത്തത് ചെയ്യിപ്പിക്കുന്നു. ആരാണ് അയാള്? ഭഗവാൻ പറയുന്നു, കാമയേഷ ക്രോധയേഷ രജോ ഗുണ സമുദ്ഭവ. നമ്മളെ ഈ തള്ളുന്ന ആരാ? നല്ലത് പറഞ്ഞു തരുന്നത് ഈശ്വരനാണ്, അല്ലെ? ചെയ്യരുതേ, വേണ്ട, അത് ചെയ്യണ്ട, നിനക്ക് ദുഃഖം വരും. പക്ഷെ നമ്മളെ ഈ പിടിച്ച് തള്ളി അത് ചെയ്യൂ എന്ന് പറഞ്ഞ് ദുഷ്കർമ്മങ്ങൾ ചെയ്യിപ്പിക്കുന്ന ആരാ? രണ്ടാളുകൾ നമ്മുടെ ഉള്ളിലുണ്ട്. ആരാ? കാമയേഷ ക്രോധയേഷ രജോ ഗുണ സമുദ്ഭവ. രജോ ഗുണം എന്ന് പറയുന്ന ഒരു ഗുണത്തിൽ നിന്നുണ്ടായ 2 മക്കൾ നമ്മുടെ ഉള്ളിലുണ്ട്. ഇതിനെയാണ് നമ്മളെ കാമക്രോധങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിലെ കാമദേവൻ നമ്മളെ വലിച്ചിഴക്കുകയാണ്. അമ്മ കാമത്തെയും ക്രോധത്തെയും ജയിച്ചിട്ടാണ് അമ്മയുടെ കയ്യില് പാശവും അങ്കുശവും വെച്ചിരിക്കുന്നത്, അല്ലെ? പാശാങ്കുശം, അമ്മയുടെ കയ്യിലിരിക്കുന്ന ഓരോ ആയുധങ്ങളും നമ്മൾ നോക്കിയിട്ട് അത് പഠിക്കണം. എന്തിനാ? ഇതിനെ ജയിക്കൂ, എന്റെ കയ്യിൽ വെക്കൂ, അത് അമ്മയ്ക്ക് കൊടുക്കൂ. അമ്മയുടെ കയ്യിലിരുന്നാൽ നമുക്കത് ഒരു ബോംബ്, അത് നമ്മുടെ കയ്യിലിരുന്നാൽ എപ്പോ പൊട്ടും, അതെങ്ങനെയെന്ന് നമുക്കറിയില്ല. അത് അറിയുന്ന ഒരാളിന്റെ കൊടുത്താൽ എന്താ? അത് പൊട്ടാതെ അത് മാറ്റി ആ വലിയൊരു വിപത്തിനെ ഇല്ലാതാക്കാൻ പറ്റും. അതുകൊണ്ട് അമ്മ കയ്യിൽ വെച്ചിട്ട് സാക്ഷാൽ ലളിതാ ത്രിപുര സുന്ദരി പറയണോ, കാമക്രോധങ്ങളാണ് നിങ്ങളുടെ നാശത്തിന് കാരണം. കണ്ടില്ലേ എന്റെ കയ്യിലിരിക്കുന്നത്, എന്റെ കയ്യിൽ തരൂ, ഞാൻ വച്ചേക്കാം, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ ഈ 2 ശത്രുക്കളിൽ നിന്ന് ഞാൻ രക്ഷിക്കാം. അപ്പൊ നമ്മുടെ ഉള്ളിലെ കാമദേവൻ നമ്മളെ വലിച്ചിഴച്ചിട്ട്, കാമം ക്രോധം ഇവർ ഇരട്ടപെറ്റ സഹോദരന്മാരാണ്. കാമമുണ്ടോ ക്രോധവും ഉണ്ട്, അല്ലെ? ഇവര് രണ്ടുപേരും കൂടെ എന്നെ വലിച്ചിഴച്ച് കൊണ്ടുപോയി കർമ്മങ്ങൾ ചെയ്യിക്കുന്നു. അത് എന്താ പറയുക, അത് ശത്രുവാണ്, നിയന്ത്രിക്കണം എന്നെനിക്ക് അറിയാം. അപ്പം ജ്ഞാനവിശ്വാസങ്ങളെ നശിപ്പിക്കുന്ന ഈ പാപിയെ, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് മനസ്സടക്കി സത്കർമ്മങ്ങൾ ചെയ്താലേ ആ കുകർമ്മങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യതയുള്ളൂ. അതിനാണ് മുൻ ശ്ലോകത്തിൽ പറഞ്ഞത്, ജപവും പൂജയും തീർത്ഥയാത്രയും ഒക്കെ തന്നെ എൻഗേജ്ഡ് ആയിട്ടിരിക്കണം, മനസ്സിനെ എൻഗേജ് ചെയ്യിക്കണം. അതിലേക്ക് പോകാതിരിക്കണമെങ്കിൽ സദാ അമ്മയെ പ്രാർത്ഥിക്കണം, അല്ലെ? മനസ്സ് സദാ സത്കർമ്മങ്ങളില് ദേവി വിചാരത്തിലിരിക്കണം. അപ്പോ മനസ്സ് അരുതാത്ത കർമ്മങ്ങള്, അതായത് പരദൂഷണം, അനാവശ്യമായിട്ടുള്ള യാത്രകള്, പിന്നെ ഇതിലൊക്കെ മനസ്സ് പോകും. അപ്പോ മനസ്സ് അത് ശരിക്കും പറഞ്ഞാൽ ഒരു ചെകുത്താനാണ്. നിരന്തരം അതിന് പണി കൊടുത്തുകൊണ്ടേയിരിക്കണം. നമ്മൾ പറയാറുണ്ടല്ലേ, ആൻ ഐഡിൽ മൈൻഡ് ഈസ് ഡെവിൾസ് വർക്ക്ഷോപ്പ്. ചുമ്മാ ഇരുന്ന് കഴിഞ്ഞാൽ ഉടനെ മനസ്സ് വേറെ എന്തെങ്കിലും പണി ഒപ്പിക്കും, ഇല്ലേ? എവിടെയെങ്കിലും നമ്മളെ കൊണ്ടുപോകും. അപ്പൊ മനസ്സിനെ എന്ത് വേണം? നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന ചിന്താമണി ഗ്രഹത്തിന്റെ പുറത്ത് നിർത്തണം. കാരണം ആ ഒരു മണിദ്വീപത്തിലെ ചിന്താമണി ഗ്രഹത്തില് ആ പഞ്ചബ്രഹ്മാസനത്തിലിരിക്കുന്ന അമ്മ, ആ അമ്മയും ഞാനെന്ന് പറയുന്ന എന്റെ മനസ്സും മാത്രം. ഈ പറയുന്ന മനസ്സിന്റെ അരുതാത്ത ഭാവങ്ങൾ വരുമ്പോ ആ ഗൃഹം അടയ്ക്കണം, അതിന്റെ കഥ കടച്ചിട്ട് ഇതിനെ അതിന്റെ പുറത്ത് ആ കോമ്പൗണ്ടിന്റെ വെളിയിൽ നിർത്തണം. കാരണം മനസ്സിനെ ചെകുത്താന്റെ പണിപ്പുര ആക്കരുത്. കാരണം നമ്മുടെ പൂർവികര് എന്താ പറയാ, നൈമിത്തിക കർമ്മങ്ങള് വിധിച്ചിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്.
കാരണം അനുഷ്ഠാനങ്ങളെ, പാരായണങ്ങളെ, വ്രതങ്ങളെ, സത്കർമ്മങ്ങളെ എല്ലാം വിധിച്ചിരിക്കുന്ന ഈ മനസ്സിനെ എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം അതിനെ വെറുതെ ഇരുത്താൻ പറ്റില്ല. വേണ്ടാത്ത കാര്യങ്ങൾക്ക് എനർജി വേസ്റ്റ് ചെയ്യില്ല. അപ്പോ സത്കർമ്മങ്ങൾക്ക് വേണ്ടി നമ്മൾ എനർജി ഉപയോഗിക്കും. അപ്പൊ നല്ല കർമ്മങ്ങളിൽ മുഴുകിയില്ലെങ്കിൽ വീണ്ടും വീണ്ടും മനസ്സ് കുകർമ്മങ്ങളിലേക്ക് നമ്മളെ വലിച്ചിഴയ്ക്കും. അമ്മ എന്ത് ചെയ്യണം? നീ തന്നെ അതിന് വഴിയുണ്ടാക്കി എന്നെ രക്ഷിക്കണേ അമ്മ. ഗതിസ്ത്വം ഗതിസ്ത്വം ത്വമേകാ ഭവാനി. കുകർമ്മത്തിന് കാരണം എന്താ? കുസംഗമാണ്, അല്ലെ? കുസംഗം, കുൽസിതരുടെ സംഘം എന്ന് പറഞ്ഞാൽ എന്താ? ദുഷ്ടന്മാരുടെ, നീച കർമ്മങ്ങൾ ചെയ്യുന്നവരുടെ സംഘം. അപ്പൊ കുകർമ്മങ്ങളിലേക്ക് നയിക്കുകയാണ് നമ്മളെ. അപ്പൊ സത്സംഗം കൊണ്ട് മാത്രമേ സത്പ്രവർത്തികൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോ അമ്മയുടെ അനുഗ്രഹം ഉണ്ടെങ്കിലേ എനിക്ക് സത്സംഗം കിട്ടുള്ളൂ, എങ്കിലേ എന്റെ സൽബുദ്ധി ഉണ്ടാവുള്ളൂ, കുബുദ്ധി മാറുള്ളൂ, അല്ലെ? മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനും ഉണ്ടാകും ഒരു സൗരഭ്യം. ഒരു കല്ല്, അല്ലെ? വിചാരങ്ങള്, നാമരൂപങ്ങൾ ഒന്നും ഇല്ലാത്ത, അതിന് വികാരങ്ങളോ വിചാരങ്ങളോ ഇല്ല. പക്ഷെ കുറെ നാള് പൂവിങ്ങനെ അത് കിടന്നാൽ അതെടുത്താൽ അതിന് പോലും ഒരു സുഗന്ധം ഉണ്ടാകും. അപ്പൊ എന്താ? ആ ഒരു കുസംഗം, ആ കുൽസിതരുമായിട്ടുള്ള സംഘം നമ്മളെ കുബുദ്ധികളാക്കി തീർക്കും. അപ്പോ ഇനി അടുത്ത എന്താ? കുദാസഹ. അപ്പൊ ഇനി കുറച്ച് കൂടെ ഉണ്ട്. കുലാചാരഹീനയൊക്കെ കിടക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഈ പറയുന്ന കുസംഗത്തിൽ വെച്ച് നിർത്താം. ബാക്കി എന്തൊക്കെയാണ് ശങ്കരാചാര്യ സ്വാമികൾ പറയുന്നത്? നമ്മൾ ആരുമായിട്ട് സംഘം വയ്ക്കണം, ആ ഗതിസ്ത്വം നമുക്ക് ശരിയാക്കണമെങ്കിൽ നമ്മൾ എന്ത് കർമ്മങ്ങൾ അനുഷ്ഠിക്കണം? ഇനിയുള്ള ശ്ലോകങ്ങൾ നമുക്ക് നാളെ കാണാം. ഇന്നിവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.